എന്നിട്ട് അല്ലെ KNMന്റെ മാർഗരേഖ പേജ് 10 പറയുന്നു, സക്കാത്തിന്റെ ധനം ചെലവഴിക്കാവുന്ന വിഭാഗങ്ങളിൽ സക്കാത്തിന്റെ ജോലിക്കാരെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇസ്ലാം എന്ന അവരുടെ പുസ്തകത്തിൽ പറയുന്നു, സക്കാത്തിന് അർഹതപ്പെട്ടവരുടെ കൂട്ടത്തിൽ സക്കാത്തിന്റെ മാർഗത്തിൽ പണിയെടുക്കുന്നവരും ഉൾപ്പെട്ടിരിക്കുന്നു. വ്യക്തികൾക്ക് നൽകുകയാണെങ്കിൽ ഈ വിഭാഗത്തിന് പ്രസക്തി നഷ്ടപ്പെടുന്നു. അപ്പൊ വ്യക്തിഗതമായ സക്കാത്ത് വിതരണ രീതി ഒഴിവാക്കിയിട്ട് സംഘടിതമായ ഏജന്റിനെ ഏൽപ്പിച്ചുകൊണ്ടുള്ള രീതിയിൽ ഈ ആമിലീൻ എന്ന് പറയുന്ന വിഭാഗത്തെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ ഖുർആനിൽ പറഞ്ഞ 8 വിഭാഗവും നിലവിലുള്ള സ്ഥിതിയിൽ ഇല്ലാത്തതുകൊണ്ട് ആ 8 വിഭാഗത്തെ മടക്കി കൊണ്ടുവരാൻ, അതിൽപ്പെട്ട ഉദ്യോഗസ്ഥർ എന്ന വിഭാഗത്തെ കൊണ്ടുവരാൻ, അവകാശികളെ കൊണ്ടുവരാൻ ഈ സംവിധാനം പര്യാപ്തമാണ് എന്നാണ് അവർ ജനങ്ങളെ പറഞ്ഞു മയക്കിയത്. എന്നാൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇതാ 2015 ജൂലൈയില് ഇസ്ലാഹ് എഴുതുന്നു. അങ്ങനെയെങ്കിൽ ആ ആയത്തിൽ പറഞ്ഞ ഫക്കീർ, മിസ്കീൻ, അടിമ, കടക്കാരൻ, യാത്രക്കാരൻ എന്നിവരൊക്കെ ലോകത്ത് എക്കാലവും നിലനിൽക്കണം. അപ്പൊ അടിമ സമ്പ്രദായം വീണ്ടും, അടിമകൾക്കും സക്കാത്ത് കൊടുക്കണം അതിൽ പറയുന്നുണ്ട്. അപ്പൊ അടിമ സമ്പ്രദായം വീണ്ടും കൊണ്ടുവരണം. നിലച്ചുപോയ ഉദ്യോഗസ്ഥ സംവിധാനത്തെ മടക്കിക്കൊണ്ടുവരുവാൻ സംഘടിത രൂപം ആവിഷ്കരിക്കണമെന്ന് പറയുന്നവർ ഇല്ലാതെ പോയ അടിമകളെ തിരിച്ചുകൊണ്ടുവരുവാൻ അടിമ സമ്പ്രദായവും ആരംഭിക്കണമെന്ന് പറയേണ്ടി വരില്ലേ എന്ന ശക്തമായൊരു ചോദ്യത്തിലൂടെയാണ് KNMന്റെ 1997 പ്രസിദ്ധം ചെയ്ത അവരുടെ ആ മാർഗരേഖയുടെ പേജ് 10 പറഞ്ഞ ആശയത്തെ ഇവരൊരു മറുചോദ്യം ചോദിച്ചിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ് അല്ലെ, തിരിച്ചടിച്ചിരിക്കുകയാണ്. അപ്പൊ അടിമകൾ നിലനിൽക്കാൻ ഇസ്ലാം ആഗ്രഹിക്കുന്നു എന്ന് വരില്ലേ എന്നാണ് അവരുടെ ചോദ്യം. ഈ ചോദ്യത്തിന് എന്ത് മുജാഹിദുകൾ മറുപടി പറയും? ഇത് മുജാഹിദുകളോട് ചോദിക്കുന്ന ചോദ്യമാണ് അല്ലെ, മുജാഹിദുകളോട് ചോദിക്കുന്ന ചോദ്യമാണ്. പിന്നെ ഇവര് സംഘടിത സക്കാത്തിന് വേണ്ടുന്ന ഒരു ന്യായം പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ജനങ്ങൾക്ക് ഇങ്ങനെ സക്കാത്ത് കൊടുക്കേണ്ടുന്നവനെ വീട്ടുപടിക്കൽ ക്യൂ നിൽക്കേണ്ടുന്ന ഒരു ഗതികേട് മറ്റു മതസ്ഥരുടെ മുമ്പിൽ ഈ സമുദായത്തെ എരപ്പാളികളായി ചിത്രീകരിക്കപ്പെടുന്ന അവസ്ഥ നിലനിന്നിരുന്നു. അതിൽ നിന്ന് ഒരു മാറ്റം സൃഷ്ടിച്ചെടുക്കാൻ ഈ സംവിധാനം പര്യാപ്തമാണ് എന്ന അവകാശവാദത്തെ ശരിക്കാണ് ചോദ്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ ഈ കാര്യത്തിന് ബദലായിട്ട് നിങ്ങളുടെ സംവിധാനത്തിലൂടെ ഇന്ന് ഈ സക്കാത്ത് സെല്ലുകളുടെ ഓഫീസുകളിൽ പാവപ്പെട്ടവർ കയറി ഇറങ്ങിയിട്ട് ഇവരുടെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കേണ്ടുന്ന ഗതികേടിലേക്കാണ് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ എത്തിച്ചത് എന്ന് പറയുന്ന ഒരു അവരുടെ അനുഭവം വെച്ചുകൊണ്ട്, അനുഭവം വായിക്കുന്നില്ല അല്ലെ, സക്കാത്തിനെ എരവാക്കി മാറ്റിയ കുബൂരികളെ കുറിച്ച് ശരിയാണെങ്കിൽ സംഘടനക്കാരെ കുറിച്ചും ശരിയാണെന്നാ എന്നിട്ട് പറയാം. സംഘടന താഴെ തട്ടിലുള്ള പ്രവർത്തകരെ എരപ്പാടികളാക്കി പാർട്ടി ഓഫീസുകളിലും സക്കാത്ത് സെല്ലുകൾക്ക് മുമ്പിലും പ്രദർശിപ്പിച്ചിരിക്കുന്നു. സക്കാത്ത് സംഘടനക്കാരന്റെ ഔദാര്യം പോലെ ആയിത്തീർന്നു. അങ്ങനെയാണ് പാർട്ടിക്കാരന്റെ ഓഫീസിന് മുന്നിലും വീട്ടുപടിക്കലും പാവപ്പെട്ട പ്രവർത്തകർ ചക്കാത്തിനു വേണ്ടി നാണം കെട്ടി നിൽക്കേണ്ട ഗതികേട് വന്നത്. അതിൽ സംഘടനാ നേതാക്കൾക്കും ഗണ്യമായ പങ്കുണ്ട്. കണ്ടോ അല്ലെ, മെമ്പർഷിപ്പ് കൂടി പരിഗണിക്കുന്നു, ഗ്രൂപ്പുകാരല്ലാത്തവർക്ക് നിഷേധിക്കുന്നു. അറബ് പിന്നെ അത് ഞാൻ നേരത്തെ വായിച്ചു. വർത്തമാന കേരളം എന്നിട്ട് പറയാണ്, എന്താ പറയുന്നത്, ഒരു വീട്ടിൽ തന്നെ പല പാർട്ടിയിലും ഗ്രൂപ്പിലും അംഗമായവർ ഉണ്ടാകുമ്പോൾ, ഇപ്പൊ മുജാഹിദിൽ ഒരുപാട് ഗ്രൂപ്പുകളായതുകൊണ്ടാണ് ഈ പറയുന്നത്, ഒരു വീട്ടിൽ തന്നെ പല പാർട്ടിയിലും ഗ്രൂപ്പിലും അംഗമായവർ ഉണ്ടാകുമ്പോൾ ധാരാളം കുന്നുകൂടുകയും ഗ്രൂപ്പില്ലാത്തതിന്റെ പേരിൽ ചില അവകാശികൾ തീരെ അവഗണിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നതല്ലേ വർത്തമാനകാല കേരള മുജാഹിദ് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇപ്പോഴത്തെ മുജാഹിദിന്റെ ചരിത്രം ബോധ്യപ്പെടുത്തുന്നത്, ഒരു വീട്ടിൽ തന്നെ ഗ്രൂപ്പുകാരനായാൽ ഇഷ്ടംപോലെ സക്കാത്ത്, അതേസമയത്ത് നിഷ്പക്ഷകനാണെങ്കിലോ അവനാരും തിരിഞ്ഞു നോക്കുന്നില്ല. ഈ രൂപത്തിൽ അവഗണനയുടെ ഗതികേട് അനുഭവിക്കുന്ന ചിത്രമല്ലേ സമീപകാല മുജാഹിദിന്റെ ചരിത്രം ബോധ്യപ്പെടുത്തുന്നത് എന്ന് ആരാ പറയണത്? മുജാഹിദിന്റെ ഇടയിൽ നിന്ന് ഇതൊക്കെ അനുഭവിച്ച് മനസ്സിലാക്കിയ ആളുകൾ പറയാണ്, നമ്മൾ പറയല്ല. ഇത് നമ്മൾ പറയുന്നതല്ല, നമ്മൾ അല്ലെങ്കിൽ മുജാഹിദിനെ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അല്ലേ. പിന്നെ ഇവർ റമളാനിൽ എന്താ നടത്തുന്നത്? ഇവരെന്നെ പറയട്ടെ. റമളാനിൽ സർവ്വ അറബി കോളേജുകളും വിദ്യാർത്ഥികളെയും പ്രൊഫഷണൽ പിരിവുകാരെയും 25 മുതൽ 40% വരെ കമ്മീഷൻ നൽകി അയക്കുന്നു. റസീപ്റ്റിൽ നിങ്ങളുടെ സദക്ക സക്കാത്തിൽ നിന്ന് മാത്രം കിട്ടിബോധിച്ചു എന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. കണ്ടോ, അപ്പൊ സക്കാത്ത് പിരിച്ചെടുത്ത് 40% ഈ പ്രൊഫഷണൽ പിരിവുകാർക്കാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാ പറയുന്നത്. അവകാശികളിലേക്കല്ലത് പോകുന്നത്. പാവപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ വീടുകളിൽ കയറിയിട്ട് സക്കാത്ത് എന്ന പേരിൽ പിരിച്ചെടുക്കുന്ന സംഖ്യ
അതിൽ നിന്ന് 40% പോകുന്നത് പാവപ്പെട്ടവരിലേക്കല്ല, മറിച്ച് ഈ സംഘടനാ പ്രവർത്തകരുടെ കീശകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ആരാണ്? ഞാനും നിങ്ങളുമല്ല, അല്ലേ? എന്നിട്ട് സംഘടനക്കും സ്ഥാപനത്തിനു വേണ്ടി വീടുകളിൽ പോയിട്ട് സക്കാത്ത് യാചിക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്നും പറയുന്നു. ഇതൊക്കെ ആരാ പറയുന്നത്? ഇതൊക്കെ പറയുന്നത് ഇവർ തന്നെയാണ്, അല്ലേ? അതേപോലെ തന്നെ പിന്നെ മറ്റൊരു സംഗതി, നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞ മുജാഹിദുകൾ പറയാം, ഇതൊന്നും സുന്നികളെ പറ്റിയല്ല ഈ പറയുന്നത്, അവരുടെ കാര്യം പറയുന്നത്. നമ്മുടെ നാട്ടിൽ സക്കാത്തിന്റെ ഏറിയ പങ്കും പള്ളി, മദ്രസ തുടങ്ങിയ കാര്യങ്ങൾക്കാണ് പിരിച്ചെടുക്കപ്പെടുന്നത്, അല്ലേ? അതേസമയത്ത് അതിനവര് തെളിവ് പറഞ്ഞാ വഫീ സബീലില്ല എന്ന് ഖുർആനിൽ പറഞ്ഞല്ലോ. വഫീ സബീലില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന, ശമ്പളം പറ്റാതെ യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കൾ എന്നുള്ളത് സർവ്വ വ്യാഖ്യാതാക്കളും വ്യക്തമായി തെളിവിന്റെ പിൻബലത്തിൽ രേഖപ്പെടുത്തിയ ഒരു ആശയമാണ്. അതേസമയത്ത് ആ ആശയം അടർത്തി മാറ്റിയിട്ട് വഫീ സബീലില്ല എന്ന് പറഞ്ഞാൽ ദീനിന്റെ ദഅ്വാ പ്രവർത്തനങ്ങൾക്കൊക്കെ പറ്റുന്ന, ദീനിന്റെ ദഅ്വാ പള്ളിയാവട്ടെ, മദ്രസ ആവട്ടെ, പ്രഭാഷണമാവട്ടെ, പോസ്റ്റർ ഒട്ടിക്കലാവട്ടെ, ചുമരെഴുത്താവട്ടെ, അതേപോലെ തന്നെ ഇതുപോലുള്ള മാസികകളുടെ പ്രസാധനമാവട്ടെ, ഇങ്ങനെയുള്ള ക്ലാസ് റൂമുകളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ ബൈലക്സിന്റെ ആൾക്കാർക്ക് പൈസ കൊടുക്കേണ്ടി വരുമല്ലോ. ക്ലാസ് റൂമൊക്കെ നടത്തണമെങ്കിൽ പൈസ കൊടുക്കണ്ടേ? നമ്മളെ അമീർ സാഹിബ് പൈസ കൊടുക്കല്ലേ? നമ്മൾ പൈസ കൊടുക്കുന്നില്ലേ? നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ല, അതൊക്കെ നിങ്ങൾ ഗൾഫിലുള്ള സുഹൃത്തുക്കളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ പിന്നെ ഈ കാശ് കൊടുക്കണം, അതൊക്കെ സക്കാത്ത് ഉപയോഗിച്ച്, അതൊക്കെ ദഅ്വാ പ്രവർത്തനമല്ലോ. മന്ത്ലി കാശ് കൊടുക്കുന്നുണ്ട് നമ്മള്, അതൊക്കെ സക്കാത്തിന്റെ പൈസ കൊടുക്കാം, ഫീ സബീലില്ലാണല്ലോ. ഇങ്ങനെ ഖുർആനിന്റെ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഇവർ ഈ സംവിധാനം, ഈ സംരംഭം 2-3 പതിറ്റാണ്ടായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മളല്ല, അല്ലേ? എന്താണ് ഫീ സബീൽ? ഇവരെഴുതാ എന്താണ് ഫീ സബീൽ, ഇതിന്റെ ഉദ്ദേശം എന്താണെന്നതിൽ ആധുനികർക്കിടയിൽ തർക്കമുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പൗരാണികർക്കിടയിൽ, യഥാർത്ഥ ഇമാമികൾക്കിടയിൽ തർക്കമില്ലാണ്, ആധുനികർക്കിടയിൽ തർക്കമുണ്ട്. ഒന്ന്, എല്ലാ ഹൈറായ മതം കൽപ്പിച്ച കാര്യവും ഫീ സബീലില്ലാഹി ഉൾപ്പെടുന്നു. അതനുസരിച്ച് പള്ളി, മദ്രസ, ദീനീ സ്ഥാപനങ്ങൾ, മദ്രസാധ്യാപകർ, മതപഠന വിദ്യാർത്ഥികൾ, ആശുപത്രികൾ, വെൽഫെയർ സംഘടനകൾ എന്നിവയ്ക്കെല്ലാം സക്കാത്ത് നൽകാം. ഇതാണ് മുജാഹിദുകൾ ഇതുവരെ അവരുടെ അനുയായികളെ പറഞ്ഞു പറ്റിച്ചത്. പക്ഷേ അല്ലേ, അതിനെക്കുറിച്ച് ഇപ്പോ ഈ ജൂലൈ മാസത്തിൽ ഇവർ പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുഖ്യ ലക്ഷ്യം വെച്ചുള്ള ഇസ്ലാമിന്റെ സക്കാത്തിന്റെ ഉദ്ദേശ്യം തന്നെ ഇതിലൂടെ ഇല്ലാതെ പോകുന്നു. ഫീ സബീലില്ലാഹി എന്നത് എല്ലാ ഹൈറായ കാര്യവുമാണ് ഇരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹു ബാക്കി 7 വിഭാഗത്തെ എണ്ണിയത്? അവയെല്ലാം ഹൈറായ കാര്യമായതുകൊണ്ട് ഫീ സബീലില്ലാഹി എന്ന് മാത്രം പറഞ്ഞാൽ മതിയാകുമായിരുന്നല്ലോ. അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഫീ സബീലില്ലാഹി എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് ഈ പറഞ്ഞതല്ല എന്ന് മനസ്സിലാക്കാം. എന്നിട്ട് അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഫീ സബീലില്ലാഹി എന്ന് പറഞ്ഞാൽ എല്ലാ നല്ല മാർഗത്തിനും സക്കാത്ത് പിരിക്കാം എന്നാണെങ്കിൽ, ഞാൻ നിർത്താൻ പോവാണ് സുഹൃത്തെ. നബിയുടെ കാലത്തും ദഅവത്ത് സജീവമായിരുന്നല്ലോ, പക്ഷേ സക്കാത്ത് അതിനു വേണ്ടി ഉപയോഗിച്ചിട്ടില്ലാത്തതിനാൽ ഈ വാദം ശരിയല്ലെന്ന് വ്യക്തമായി കൊണ്ട് ഇവർ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവര് ഈ സംവിധാനം തുടങ്ങിയത് പഴയ കാലത്ത് നമ്മളെ നാട്ടിലെ അവസ്ഥ എന്താണ്? സക്കാത്ത് കൊടുക്കാൻ ഇങ്ങനെ വ്യാപകമായ ഒരു ബാധ്യത അക്കാലത്ത് ഉണ്ടായിരുന്നോ? നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചു നോക്കാണ്. പണം അതുണ്ടായിരുന്നില്ല. പിന്നെ കന്നുകാലികളാണ്, അതൊക്കെ അതിന്റെ ഷർത്തൊത്ത് കണ്ട ആൾക്കാരുടെ കയ്യിലുണ്ടായിരുന്നില്ല. വിളകൾ, മാക്സിമം വിളകളാണ് ഉണ്ടാവുക. അത് അതിന്റെ ആളുകൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ കീശയിൽ ഒരു കൊല്ലം സൂക്ഷിച്ചു വെച്ച നിശ്ചിത പണം, സ്വർണ്ണ വെള്ളി നാണയങ്ങൾ, അല്ലെങ്കിൽ ആധുനിക കറൻസി അതിൽ പെടുന്ന പറയുന്നത്, ഇതൊക്കെ അക്കാലത്ത് 70കളിലും 60കളിലും ഒക്കെ ആരെ കയ്യിലാണ് കാശുണ്ടായിരുന്നത്? ഇപ്പോഴല്ലേ ഗൾഫും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോ കാശുണ്ടായത്. അപ്പൊ സക്കാത്ത് കൂടുതൽ ചർച്ചയായി, സക്കാത്ത് കൂടുതൽ സജീവമായി ചർച്ചയായി മാറി എന്നുള്ളത് വേറൊരു കാര്യമാണ്. പക്ഷേ പഴയ കാലത്തുള്ള ശോചനീയ അവസ്ഥക്ക് പരിഹാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പല ന്യായങ്ങളും പറയുന്നത് അവരുടെ ബുദ്ധി കൊണ്ട് പറഞ്ഞ ന്യായങ്ങളാണിത്. പ്രമാണത്തിന്റെ പിൻബലമില്ല. ഫീ സബീലില്ല എന്നുള്ള വാക്കിനെ ദുർവ്യാഖ്യാനിച്ചു, ആമിലൂന എന്ന വാക്കിനെ ദുർവ്യാഖ്യാനിച്ചു. പിന്നെ യാചനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്താനാണെന്ന് പറഞ്ഞ എന്ന ഒരു ന്യായത്തെ കണ്ടുപിടിക്കുകയും അതേ യാചന തന്നെ ഇന്ന് അവരുടെ ഓഫീസുകളിലൂടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് മൂടിവെക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉള്ള ഒരുപാട് സക്കാത്തിന്റെ മറവിൽ 40% കമ്മീഷൻ അർഹരല്ലാത്തവരിലേക്ക് പോകുന്നു.
എന്നൊക്കെയുള്ള ധാരാളം അന്തർനാടകങ്ങൾ, ഇതിന്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ 2015 ജൂലൈ ഇറങ്ങിയ ഈ മാസിക വെളിപ്പെടുത്തുകയാണ്. ഇത് നമ്മളിവിടെ പറഞ്ഞെന്തിനാണ്? ഇവരുടെ പിളർപ്പ് പൂർത്തിയാക്കാനോ അതൊരു വലിയ ഇഷ്യൂ ആക്കാനോ അല്ല. പക്ഷെ എന്തൊന്നിന്റെ പേരിലാണോ ഇസ്ലാമിക സമൂഹത്തെ ചെറുതാക്കാൻ വേണ്ടി അവർ മത്സരിച്ചതെങ്കിൽ അതേ കാര്യത്തിന്റെ പേരിൽ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നടത്തിയത് തെറ്റാണ്, പ്രമാണവിരുദ്ധമാണ്, സ്വന്തം ബുദ്ധി കൊണ്ട് മെനഞ്ഞെടുത്തതാണ്, സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് അവർ തന്നെ ഇതാ എഴുതി വെച്ചിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ പണ്ഡിതന്മാരുടെയും അവരുടെ ദീർഘദൃഷ്ടി, ഇവിടെയാണ് നാം മുന്നോട്ട് വെച്ച ആശയത്തിന്റെ പ്രസക്തി, ഇവിടെയാണ് നാം കാഴ്ചവെച്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിലപാടുകളുടെ പ്രസക്തി എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ നല്ലൊരു പ്രവർത്തനമായി സ്വീകരിക്കുകയും നല്ല കൂലി കിട്ടുന്ന കാര്യമായി റബ്ബ് തആല കബൂൽ ചെയ്യുകയും ചെയ്യട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മുരളി എന്ന് പറയുന്ന സഹോദരൻ നേരത്തെ കൈപ്പൊന്തിച്ച് അദ്ദേഹം ശബ്ദം കേൾക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒന്ന് മൈക്കെടുത്തിട്ട് എന്താണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത് എന്ന്, ഒരുപാട് സമയം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേൾക്കാം ഇൻഷാ അല്ലാഹ്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും. ഹലോ, എന്റെ ശബ്ദം കേൾക്കാമെന്ന് വിശ്വസിക്കുന്നുവെങ്കിലും ആരെങ്കിലും ഒരു എസ് അടിക്കുമെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. കേൾക്കാമോ? താങ്ക് യു, വളരെ നന്ദി. അല്ല, ഇവിടെ ഞാൻ നേരത്തെ ചോദ്യം ഉന്നയിക്കാൻ വേണ്ടി കൈ ഉയർത്തിയതാണ്. അപ്പോൾ എനിക്ക് ഡോട്ട് ഇടുകയൊക്കെ ചെയ്തിരുന്നു, എന്തെങ്കിലും ആവശ്യമില്ലായിരുന്നു. ഞാൻ ഒരിക്കലും മൈക്ക് ചാടുന്ന ഒരാളല്ല ഒരു റൂമിലും പോയിട്ട്. അപ്പോൾ അതെന്തായാലും ഡോട്ട് മാറ്റുന്നതിൽ വളരെ സന്തോഷം. ഇനി വോളിയം കൂട്ടാനോ? അത് മാക്സിമം വോളിയമാണ് സുഹൃത്തെ, ഇതിനപ്പുറം കൂട്ടാനില്ല. നോക്കട്ടെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഒരു സെക്കൻഡ്. ഇല്ല, മാക്സിമം വോളിയമാണ് കേട്ടോ. സോറി, കേൾക്കുന്നുണ്ടോ? കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ. അല്ല, ഇവിടെ ഒരു ഇസ്ലാമിക ഭരണകൂടം നിലനിൽക്കാത്ത ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ബഹുസ്വര സമൂഹത്തിൽ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഇസ്ലാമിക ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഗ്രൂപ്പുകളോ വ്യക്തികളുടെ സംഘടനകളോ ഇത്തരം ഒരു ദാവാപ്രവർത്തനത്തിന്റെ ഭാഗമായി കണ്ടുകൊണ്ട് സക്കാത്ത് പിരിച്ചെടുക്കുകയും അത് അർഹതപ്പെട്ടവന്റെ കൈകളിൽ എത്തിക്കുകയും ചെയ്യുന്നത് ഏത് രൂപത്തിലാണ് അനിസ്ലാമികമാകുക എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ ഗ്രൂപ്പുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ മറ്റ് ഇപ്പൊ നിങ്ങൾ തന്നെ ഈ വാക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്ക് മുജാഹിദുകൾ എന്നതിനേക്കാൾ ഉപരി വഹാബികൾ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അപ്പോ മറുവിഭാഗത്തിന് തേജോവധം ചെയ്യുക അല്ലെങ്കിൽ മറുവിഭാഗത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ, അവരുടെ നല്ല ഉദ്ദേശങ്ങളെ എന്താ പറയുക, പ്രകീർത്തിക്കുന്നതിന് പകരം അവരെ തേജോവധം ചെയ്യാനായി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനോട് ഒരു കേൾവിക്കാരൻ എന്നുള്ള നിലയ്ക്ക് എന്റെ പ്രതിഷേധമാണ് ഞാൻ രേഖപ്പെടുത്തുന്നത്. ഏതെങ്കിലും രൂപത്തിൽ, തെറ്റായ രൂപത്തിൽ അതിനെ ആ പണം അല്ലെങ്കിൽ സാധാരണ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സക്കാത്ത് എന്ന് പറയുന്നത് സക്കാത്ത് മേടിക്കുന്നവന്റെ അവകാശമാണ്. ഇവിടെ അത് ചക്കാത്തായി മാറിയത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മുന്നിലുള്ള ചരിത്രമാണത്. ഒരു അവകാശം ഭിക്ഷയായി മാറുകയും അത് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയും ചെയ്ത വാക്കാണ് സക്കാത്ത് എന്നുള്ളത്. അതിനെ വീണ്ടും സക്കാത്ത് എന്ന രൂപത്തിൽ തന്നെ അത് അവന്റെ അർഹതയായി, അവന്റെ അവകാശമായി മാറ്റിയെടുക്കുന്നതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മുജാഹിദ് പ്രവർത്തകർക്ക് ഒരുപാട് വലിയ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് അവർ എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ മുജാഹിദുകളെ കാണുന്നത് അവർ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ഇസ്ലാം മതവിശ്വാസികളുടെ ബോധമണ്ഡലത്തിൽ തന്നെ നല്ല വ്യതിയാനം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ അതിന്റെ ഗുണഭോക്താക്കൾ ഈ സക്കാത്ത് പിരിക്കുകയും അത് കൃത്യമായി എത്തിക്കുകയും ചെയ്തിരുന്ന ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സംഘടന നിലനിൽക്കുകയാണെങ്കിൽ അത് ഏത് രൂപത്തിലാണ് വിമർശിക്കേണ്ടതെന്ന് എനിക്ക് ഒട്ടും പിടികിട്ടുന്നില്ല. ഇത് ആശയപരമായി അഭിപ്രായ വ്യത്യാസമുള്ള ഒരു ഗ്രൂപ്പിനെ എന്തുപറ്റി ഈ രൂപത്തിലാണെങ്കിൽ കേട്ടോ നമുക്ക് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പൊ അദ്ദേഹം ഇവിടെ 2.5 മണിക്കൂറോളം സംസാരിച്ചു. അല്ല, ഞാൻ അങ്ങനെയാണ് ഇറങ്ങിയേക്കാം കേട്ടോ. ഇത് ആ രൂപത്തിലുള്ള ചർച്ചയ്ക്ക് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല.
എന്റെ സംശയങ്ങൾ എനിക്ക് കൃത്യമായി നിവാരണം നടത്തി കിട്ടുമെന്നുള്ളൊരു ഒരു ധാരണ രാഷ്ട്രീയം. നിങ്ങളെ വിമർശിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ മൈക്ക് കൈമാറോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതൊരു തരം മൈക്ക് തരാത്തതിന് തുല്യമാണ്. ഓക്കെ, ഞാൻ മൈക്ക് വിടാം, ഞാൻ ഇറങ്ങുകയാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് സമാധാനമാകട്ടെ. മറ്റുള്ള ആരും വന്ന് നിങ്ങൾ അലോരസപ്പെടുത്താതിരിക്കാനായി നിങ്ങളുടെ ഈ മുൻകരുതൽ നല്ലത് തന്നെയാണ്. മൈക്ക് ഫ്രീ. പിന്നെ നിങ്ങൾ പരിഭവിക്കണ്ട. അത് പിന്നെ എന്താണ്, ടെക്സ്റ്റ് അടിക്കുന്നത് പല ആളുകളും ടെക്സ്റ്റ് അടിച്ചിട്ടുണ്ടാവും. അയാൾ മുങ്ങും ചെയ്തോ, അത് ശരി. ഒരു ടെക്സ്റ്റ് കണ്ടിട്ട് പേടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു എന്തായാലും പറയാം. ടെക്സ്റ്റ് അടിക്കുക എന്ന് പറഞ്ഞ പല ആളുകളും ഉത്തരവാദപ്പെട്ടപ്പോ സുന്നീസം ടെക്സ്റ്റ് അടിച്ചോ? ഇല്ല. പിന്നെ അറ്റുള്ള ആളുകൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോ ശ്രോതാക്കൾ പല ടെക്സ്റ്റുകളും അടിക്കും. പ്ലീസ് മൈക്ക് എന്നൊക്കെ പറഞ്ഞ പ്ലീസ് എന്നുള്ള വാക്കിൽ തന്നെ ഒരു അപേക്ഷയുടെ സ്വരമുണ്ട്, അല്ലെ? പ്ലീസ് എന്ന വാക്കിൽ തന്നെ ഒരു അപേക്ഷയുടെ സ്വരമുണ്ട്. പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് അവിടെ അടിച്ചല്ലോ ഒരാള്. അപ്പൊ അത് കണ്ടിട്ട് അയാൾക്ക് ഒരു ശരിയായ മനോഭാവമല്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം തുടക്കത്തിൽ തന്നെ അയാൾ പറഞ്ഞത് നമ്മൾ തേജോവധം ചെയ്യുകയാണ് ചെയ്തത് എന്നാണ്. അതിനയാൾ പറഞ്ഞത് മുജാഹിദുകൾ എന്ന് പറയാതെ വഹാബികൾ എന്ന് പറയുന്നു എന്നാണ്. അതിലെന്താ ഒരു കുഴപ്പമുള്ളത്? വഹാബികൾ എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നവരാണ് ഞങ്ങൾ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. വഹാബികൾ എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നവരാണ് ഞങ്ങൾ എന്ന് പറയുന്നവരാണ് ഇവര്. അപ്പൊ പിന്നെ അതെങ്ങനെ ഒരു തേജോവധത്തിന്റെ വാക്കാവുന്നത്? വഹാബി എന്ന് പറയുന്നത് പിന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ ആദർശ ഗുരുവായി സ്വീകരിക്കുന്നവർ എന്നല്ലേ അതിന്റെ അർത്ഥം. അതിനെന്താ ഈ വഹാബി എന്ന് പറയുമ്പോൾ ഒരു ശബ്ദ കൂടുതലുണ്ടായതുകൊണ്ട് അതൊരു പരിഹാസവാക്കാവുന്നുണ്ടോ? വഹാബി എന്ന് പറയുന്നത് ഒരു പരിഹാസവാക്കായിട്ട് എങ്ങനെ വരുന്നതാണത്? വഹാബി എന്നുള്ളത് പരിഹാസവാക്കല്ലല്ലോ. അല്ലല്ലോ. മുജാഹിദ് എന്നും വഹാബി എന്നും മാറി മാറി പറയുന്നതിൽ ഒരു തേജോവധമുണ്ട്. എന്തൊരു തരം അല്ലേ? മുരളി എന്ന് പറയുന്നത് വഹാബികളുടെ ബിനാമിയാണ് എന്നുള്ളത് പിന്നെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം അയാള് പറഞ്ഞിട്ട് പിന്നെ നമ്മളെ മറുപടി കേൾക്കാൻ അയാൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണല്ലോ അയാൾ ലെഫ്റ്റ് അടിച്ചു പോയത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിന്നെ അവർ പറയുന്നത് എന്താ വെച്ചാല് ഇവിടെ ചക്കാത്തായി മാറ്റിയെന്നാണ്. ഞാന് എന്റെ സംസാരത്തില് ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഞാന് വിരൽ ചൂണ്ടി. അത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോന്നറിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 70കൾക്ക് മുമ്പുള്ള കേരളീയ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? അന്നിവിടെ സക്കാത്ത് എന്ന് പറയാം, ഇങ്ങനെ വ്യാപകമായിട്ട് സക്കാത്ത് കൊടുക്കാനുള്ള ഒരു ബാധ്യത എന്ന് വെച്ചാൽ ഇപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പൊ നമ്മള് കയ്യിലൊക്കെ സക്കാത്ത് കൊടുക്കുക. അപ്പൊ പണമാണ് ഇപ്പൊ നമ്മളെ മുമ്പിലുള്ളത്. കന്നുകാലികള് 30 പോത്തും 40 ആടും 5 ഒട്ടകളുള്ള ആൾക്കാരൊന്ന് കൈവന്തിച്ചാണി. ഈ ക്ലാസ് റൂമിൽ 30 പോത്ത്, അതുപോലെ തന്നെ 5 ഒട്ടകം, 40 ആടുകളൊക്കെ ഉള്ള ആൾക്കാരൊന്ന് കൈവന്തിച്ചാണി. കൈയില്ലാത്തോണ്ടാ പൊന്തിക്കാത്തത് അതോ പോത്തില്ലാത്തോണ്ടോ? അപ്പൊ അത് ഞാൻ അങ്ങനെ ഒന്ന് സൂചിപ്പിച്ചു. അന്ന് അങ്ങനൊന്നില്ല. പിന്നെ പണത്തിന്റെ വിഷയമാണ്. ബിസ്മില്ലാഹി കയ്യൊന്നിച്ചു താഴ്ത്തി. എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായില്ല. ആ പാവത്തിന്റെ അടുത്തൊന്നും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. ബിസ്മില്ലാഹിന്റെ അടുത്തൊന്നും ഇല്ല എന്നുള്ള കാര്യം ഇപ്പൊ മൂപ്പരിപ്പോ കൈ വന്നിച്ചാൽ എന്താണ് മൂപ്പരുടെ കുടുംബ സാഹചര്യം ഒക്കെ നമുക്ക് ശരിക്കറിയാം. അപ്പൊ അത് ഇല്ല. പിന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പണമാണ്. പണം സക്കാത്തായിട്ട് ഒരു കൊല്ലം സൂക്ഷിച്ചു വെക്കുന്ന അത്രയും പണമുള്ള വ്യക്തികളുടെ ധാരാളിത്തം ഉണ്ടാവാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി നമ്മുടെ നാട്ടില് ഒന്ന് പറഞ്ഞാല്? 970കൾക്ക് മുമ്പുള്ള എന്റെ ബാപ്പ, എന്റെ വല്ലിപ്പ, അങ്ങനെ നിങ്ങളെ വാപ്പാര് വല്ലിപ്പമാര് അവരുടെയൊക്കെ ചരിത്രം ഒന്ന് പരിശോധിച്ചു. 50 വയസ്സിന്റെ വാപ്പാനും വല്ലിപ്പാനും ചരിത്രം നോക്കാനും നിങ്ങൾ ഉണ്ടോ? അപ്പൊ ഇന്നത്തെ കാലത്ത് അത് കൂടുതൽ അത് മുജാഹിദ് പ്രസ്ഥാനം വന്നപ്പോൾ ആൾക്കാർക്ക് പണം കൂടിയതല്ല. മുജാഹിദ് പ്രസ്ഥാനം വന്നതുകൊണ്ട് ആളുകൾക്ക് പണം കൂടിയതല്ല. മുജാഹിദ് പ്രസ്ഥാനം വന്നുകാണ്ട് 40% കീശയിലാക്കാൻ വേണ്ടി സംവിധാനം ഉണ്ടാക്കിയെന്ന് മുജാഹിദുകളാണ് പറയുന്നത്. മുജാഹിദുകൾ അവരുടെ അന്തർനാടകങ്ങൾ വെളിപ്പെടുത്തിയത് നമ്മൾ പരസ്യപ്പെടുത്തുന്നത് അവരെ തേജോവധം ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലെഫ്റ്റ് അടിച്ചു പോകുന്നത്. എന്താ അതിനെപ്പറ്റി പറയാം? അല്ലെ, അവർ ഈ സംവിധാനം നടത്തിയത് അവര് 40% കമ്മീഷൻ വാങ്ങാനുള്ള ഒരു ഏർപ്പാടുണ്ടാക്കിയതാണെന്ന് പറയുന്നത് മുജാഹിദുകളാണ്.
ആ മുജാഹിദുകൾ പറയുന്ന കാര്യം അവര് പരസ്യമായിട്ട് കേരളത്തിലുള്ള എല്ലാ ഷോപ്പുകളിലും തൂങ്ങിക്കിടക്കുന്ന ഇസ്ലാഹ് മാസിക പൊതുജനങ്ങൾ പോലും പരസ്യമായിട്ട് അവര് പ്രചരിപ്പിക്കുന്ന കാര്യം നമ്മൾ ക്ലാസ് റൂമിൽ പറയുന്നത് എങ്ങനെ തേജോവധാകുന്നത്? അതിനെപ്പറ്റി തേജോവധം എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. അതിന് വഹാബി എന്ന വാക്ക് ഉപയോഗിച്ചു, അത് തേജോവധത്തിന്റെ ഒരു പര്യായ പദമാണ് എന്ന് മനസ്സിലാക്കിയതും ശരിയല്ല. എന്തുകൊണ്ട് ശരിയല്ല? വഹാബിയാണ് ഞങ്ങൾ എന്ന് പറയുന്ന അഭിമാനം കൊള്ളുന്നവരാണ് മുജാഹിദുകൾ. അതിന്റെ പേരിൽ അവർക്ക് അറബിയിൽ ഒരു പാട്ട് തന്നെ ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ ആ പാട്ട് ഏതാന്ന് എന്നോട് ചോദിച്ചാൽ പെട്ടെന്ന് കിട്ടൂല. അപ്പോ പിന്നെ അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് വളരെ പ്രായോഗികമായി നടപ്പിലാക്കാൻ വേണ്ടി ഇങ്ങനെ കമ്മിറ്റികൾ കൂടിയിട്ട് ഒരു വലിയ ഒരു നവോത്ഥാന പ്രക്രിയ ആരംഭിച്ചതിനെ അഭിനന്ദിക്കുകയല്ലേ നമ്മൾ വേണ്ടത് എന്നാണ്. അതിനെ മുജാഹിദുകൾ തന്നെ ചോദ്യം ചെയ്ത് നമ്മൾ പറഞ്ഞു, ഇസ്ലാമിന്റെ നിയമപ്രകാരം സംഘടനകൾക്ക് അങ്ങനെ ഒരു അധികാരമോ അവകാശമോ അനുവാദമോ ഇല്ല. ഉണ്ട് എന്നുള്ളതിന് ഒരു പ്രമാണം അവർ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാമിന്റെ ഒരു വിഷയം പറയുമ്പോൾ ഇസ്ലാമിന്റെ പ്രമാണത്തിൽ നിന്നായിരിക്കണം പറയേണ്ടത്. ഹൈന്ദവ മതത്തിന്റെ ഒരു വിഷയം പറയുമ്പോൾ അതിന്റെ പ്രമാണത്തിൽ നിന്ന് പറയണം. അല്ലാതെ നമ്മളെ ബുദ്ധിയിൽ നിന്ന് ചികഞ്ഞെടുക്കുന്ന ഒരു ആശയത്തെ വലിയ വായിൽ പറഞ്ഞതുകൊണ്ട് എന്താവില്ല, അത് പ്രമാണമാകില്ല. അവർ പറഞ്ഞത് ഇബ്നു ബാസിന്റെ ചില ലേഖനങ്ങളാണ്. അതുപോലെ തന്നെ കുവൈത്തിലെ ഒരു ഫത്വ ബോർഡിന്റെ ലേഖനമാണ്. അതിൽ കവിന് ഖുർആാനോ ഹദീസോ അവർ ഉദ്ധരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ലെങ്കിൽ ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ നടപടി അവർ ഉദ്ധരിക്കുന്നില്ല. പിന്നെ മാത്രമല്ല, ആമിലൂന എന്ന് പറഞ്ഞ ഖുർആാനിന്റെ ഒരു വാക്കിനെ അവർ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ചെയ്തത്. അതിന് പ്രാമാണികരായ പണ്ഡിതന്മാർ നൽകിയ വിശദീകരണത്തിന്റെ അപ്പുറം സംഘടനാ പ്രവർത്തകരെയാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ വ്യാഖ്യാനം കൊണ്ടുവരികയാണ്. ഇതിനെ നവോത്ഥാന സംരംഭം എന്ന് പറയാൻ പറ്റുമോ? അതിനെ മതത്തിന്റെ ആശയമാക്കി പറയാൻ പറ്റുമോ? നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ആർക്കും എന്തും എല്ലാ കാര്യങ്ങൾ ചെയ്താൽ അതൊക്കെ നവോത്ഥാനം. പക്ഷെ മതകീയമായ പിൻബലമുള്ള ഒരു പ്രവർത്തനമാണെന്നതിനെ പറ്റി പറയാൻ പറ്റുമോ? പിന്നെ ഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ നല്ല ദഅവാ പ്രവർത്തനങ്ങൾക്കൊക്കെ ഈ സക്കാത്ത് വിനിയോഗിക്കാം എന്നതാണ് എന്ന ദുർവ്യാഖ്യാനം അവരാണ് കൊണ്ടുവന്നത്. ഇത് കൊണ്ടുവന്നു നമ്മളല്ല ആരോപിക്കുന്നത്, അവർ തന്നെ ആരോപിക്കാൻ 2015 ജൂലൈ ലക്കം ഇസ്ലാഹ് മാസികയിൽ ആരോപിക്കുകയാണ്. അത് തെളിവില്ല. ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ ആരോപിച്ചതിനെ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഖണ്ഡിക്കാൻ സാധിക്കണം. അത് മുരളിയെ പോലുള്ള ആളുകൾ ചെയ്യുന്നില്ല. അവിടെയാണ് ഇവരുടെ ആരോപണത്തെ ഖണ്ഡിക്കൂ പ്രാമാണികമായിട്ട്. എങ്കിൽ മാത്രമേ അതൊരു വലിയ ദീനി പ്രവർത്തനമായിട്ട് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ പ്രവർത്തകര്, ഇസ്ലാമിന്റെ രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് മുഴുവൻ അംഗീകരിക്കാൻ സാധിക്കുള്ളൂ. ഒന്നുകൂടി പിന്നെ ഞാൻ എന്റെ സംസാരത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു. ഈ സക്കാത്ത് എന്നുള്ളത് ഇസ്ലാമിൽ ഖുർആനിൽ അംഫിഖൂ എന്ന് പറഞ്ഞ ചെലവാക്കൽ, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് അവർ ചെലവഴിക്കും എന്ന് പറഞ്ഞ ചെലവഴിക്കൽ, വ്യയം, അത് വെറും സക്കാത്ത് മാത്രമാണ് എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. അതിനപ്പുറം സക്കാത്തിനേക്കാൾ ബൃഹത്തായതും സക്കാത്തിനേക്കാൾ നിർബന്ധമായതുമായ വേറെ കാര്യങ്ങളുണ്ട്. അതും ചർച്ചയ്ക്ക് വരട്ടെ. അത് ശക്തമായ ചർച്ചകൾ നടക്കട്ടെ. എന്താ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ വരാത്തത് എന്നാണ് ഞാൻ എന്റെ പ്രസംഗത്തിൽ അല്ലെങ്കിൽ എന്റെ സംസാരത്തിൽ സൂചിപ്പിച്ചത്. അതുകൂടി എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കണമെന്ന് ഉണർത്തി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. നിങ്ങൾ ആരെങ്കിലും, എന്റെ മുരളിയോട് പറയാനുള്ളത്, ആരെങ്കിലുമൊക്കെ ടെക്സ്റ്റ് അടിക്കുന്നത് നോക്കിയിട്ട് നിങ്ങൾ ലെഫ്റ്റ് അടിച്ച് പോകണ്ട. അതല്ല, ഉത്തരവാദപ്പെട്ട ആളുകളൊന്നും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഞാനും ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ മൈക്ക് കൈ പൊന്തിച്ചേ ഉള്ളൂ. അത് നിങ്ങളുടെ സംസാരം കഴിയാൻ വേണ്ടി കാത്തുന്നതാണ്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഹലോ. ഇനി എന്തായാലും അഡ്മിൻ ഇല്ലാത്ത ആൾക്കാരുടെ കമന്റുകളെ ഞാൻ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയാം എന്നുള്ളതാണ് എന്റെ തീരുമാനം. ഞാൻ എന്തായാലും റൂമിൽ നിന്ന് പുറത്തിറങ്ങിയത് തിരിച്ചു വരുന്നില്ല എന്ന് കരുതി തന്നെയാണ്. കാരണം പല റൂമുകളിലും എനിക്ക് ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ടെക്സ്റ്റ് അടിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ കഴിയാത്ത പല ചോദ്യങ്ങൾക്കും ഇതേപോലുള്ള ഈ എന്താ പറയുക, ഈ അഴകുഴമ്പൻ വാദങ്ങൾ കൊണ്ടോ, നേരത്തെ ഒരു മുജാഹിദ് മുരളി വന്നു, നേരത്തെ ഒരു കമന്റ് ഞാൻ കണ്ടതാണ് ഇവിടെ, മുജാഹിദ് മുരളി വന്നു എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് കണ്ടു. അപ്പൊ ഇത്തരം വില കുറഞ്ഞ ചില സമീപനങ്ങൾ പൊതുവെ ചില പണ്ഡിതന്മാരെന്ന് എന്താ പറയുക സ്വയം പുകഴ്ത്തുന്ന ആൾക്കാർ തന്നെ പറയാറുണ്ട്. അത്ര ആൾക്കാരെ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ഞാൻ പല റൂമുകളിലും ചർച്ചയ്ക്ക് പങ്കെടുക്കുന്ന ആളാണ്. ഓക്കെ, ഞാൻ എന്തായാലും ചർച്ച വിഷയത്തിലേക്ക് വരാം. ഞാൻ ഉന്നയിച്ചത്, എനിക്ക് 57 വയസ്സുള്ള ഒരാളാണ്. എന്റെ ചെറുപ്പകാലത്ത് പെരുന്നാളിന്റെ സമയത്തുമൊക്കെ തന്നെ ചക്കാത്ത് മേടിക്കാൻ നടന്നിരുന്ന
അല്ലെങ്കിൽ ഇപ്പോഴും ഈ കാലഘട്ടത്തും മുജാഹിദ് പ്രസ്ഥാനങ്ങൾ ശക്തമാകാത്ത പ്രദേശങ്ങളിൽ ഇപ്പോഴും അത് ചക്കാത്ത് മേടിക്കാൻ, ഭിക്ഷ മേടിക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഓരോ വീടുകളുടെ മുന്നിലും എത്തുന്ന നിർധനരായ ജനങ്ങളെ കാണാനാകുന്നുണ്ട് എന്നുള്ളത് ആരും കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ടോ അല്ലെങ്കിൽ നിഷേധിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. അതൊരു കേരള യാഥാർത്ഥ്യം തന്നെയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ വിവിധ പ്രദേശങ്ങളിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈവൻ വിദേശ അല്ലെങ്കിൽ സൗണ്ട് ഇത്രയേ ഉള്ളൂ, മാക്സിമം സൗണ്ടാണ് കേട്ടോ സുഹൃത്തെ. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള ആളാണ് ഞാൻ. വിദേശത്ത് ഗൾഫ് രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം ചക്കാത്തിന്റെ അവസ്ഥയിലേക്ക് ഇതിനെ മാറ്റിമറിച്ചിട്ടുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ്. മുജാഹിദുകളുടെ ഈ വിഷയത്തിലുള്ള ഇടപെടലുകൾ ഒരുപാട് ഇതിന് മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ അനുഭവത്തിൽ നിന്ന്, എന്റെ അനുഭവ പാഠങ്ങളിൽ നിന്ന് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് മുജാഹിദുകളുടെ ഈ രംഗത്തുള്ള രംഗപ്രവേശം അതിനൊരു മാന്യത കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ സക്കാത്തായിട്ട് തന്നെയാണ് വാങ്ങുന്നത്, അത് ചക്കാത്തായിട്ടല്ല എന്നുള്ളതൊരു പോസിറ്റീവായ ഒരു പ്രശ്നമാണ്. ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്, ഞാനൊരു 4-5 വർഷം വളരെ ഗൗരവപൂർവ്വം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും എന്റെ പഠനം തുടർന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായി തോന്നിയ ഒരു കാര്യമാണ് സക്കാത്ത് സമ്പ്രദായം എന്നുള്ളത്. ഈ എന്താ പറയുക, ഈ മിച്ചമൂല്യ സമാഹരണത്തിന് ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ ഈ സക്കാത്ത് സമ്പ്രദായത്തിന് കഴിയും. അല്ലെങ്കിൽ സക്കാത്ത് എന്ന വ്യവസ്ഥിതി അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ശരിക്കും കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ അമിതമായി ധനം കുന്നുകൂടുന്നതിന് ഒരു പരിധിവരെ നിയന്ത്രണം ഏർപ്പെടുത്താനാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് സക്കാത്തിനെ ഞാൻ ഒരു പരിധിവരെ അതിന്റെ ഒരു നല്ല ഉദ്ദേശം, നല്ല രൂപത്തിൽ നടക്കുകയാണെങ്കിൽ, ഇത് നിങ്ങൾ 40% കണക്കൊക്കെ പറഞ്ഞു, എനിക്ക് അറിയില്ല, ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയല്ല എന്ന് നിങ്ങൾക്കൊക്കെ എന്റെ പേരുകൊണ്ട് വ്യക്തമാകുന്നത് പോലെ ഞാനല്ല. ഞാനതൊന്നും ഒളിച്ചു വെച്ചിട്ടൊന്നും പറയുന്ന ആളല്ല. ഞാൻ എന്റെ സത്യാവസ്ഥ ഞാൻ എല്ലാവരോടും പങ്കുവയ്ക്കുന്ന ആളുമാണ്. ഇവിടുത്തെ ബയലക്സിലെ വിവിധ ഇസ്ലാമിക റൂമുകളിൽ 3-4 വർഷമായി കണ്ടിന്യൂസ് കയറി ഇറങ്ങുന്ന ഒരാളുമാണ് ഞാൻ. അപ്പോ സക്കാത്ത് എന്ന ഈ സമ്പ്രദായത്തിന്റെ അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ മുജാഹിദ് പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ. പഴയ രൂപത്തിലുണ്ടായിരുന്ന ഞങ്ങളുടെ പ്രദേശത്തൊക്കെ മുജാഹിദുകൾ വളരെ ദൗർബല്യം നേരിടുന്ന ഒരു പ്രസ്ഥാനമാണ്. അവിടെ കൃത്യമായും നിങ്ങൾ സൂപ്പർ അഡ്മിൻ ആണെങ്കിൽ മാത്രം മറുപടി പറയാം. അല്ലല്ലോ, നിങ്ങൾ അഡ്മിനൊന്നും അല്ലല്ലോ, പിന്നെ വെറുതെ എനിക്ക് മറുപടി പറഞ്ഞ എന്റെ സമയം കളയണ്ട കേട്ടോ. അഡ്മിൻസിന്റെ ചോദ്യങ്ങൾക്ക് മാത്രം മറുപടിയുള്ളിനി, അത് ബാക്കിയുള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തള്ളിക്കളയുന്നു. അപ്പോ മുജാഹിദുകളുടെ കേരളത്തിന്റെ ഈ മുഖ്യധാരയിലേക്ക് മുജാഹിദുകൾ കടന്നു വന്നതോടുകൂടി സ്ത്രീകളുടെ പള്ളിപ്രവേശത്തിന്റെ വിഷയമാണെങ്കിലും, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമാണെങ്കിലും, ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പെൺകുട്ടികൾ വിടുന്ന പ്രശ്നത്തിലാണെങ്കിലും ഒക്കെ തന്നെ വളരെ വലിയ മാറ്റം സംഭവിച്ചു. ഇസ്ലാം മതവിശ്വാസികളുടെ ഇടയ്ക്ക് ഹലോ, ഡോക്ടർ ഒഴിവായി കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ ഡോട്ടിട്ടത് പിന്നെ നിങ്ങളുടെ സംസാരം വിഷയം മാറിപ്പോവുകയാണ്. നമ്മളിപ്പോ ഈ സക്കാത്ത് എന്നുള്ള വിഷയത്തിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടുള്ള ചർച്ചയാണ് ഇപ്പൊ ചെയ്യേണ്ടത്. സ്ത്രീകളുടെ വിദ്യാഭ്യാസം അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾ പറയുന്ന മുജാഹിദിന്റെ ഏറ്റവും ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നായകൻ, സ്ഥാപകൻ എന്ന് അവര് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സനാഉല്ലാ മക്തി തങ്ങളുടെ ആ പുസ്തകങ്ങൾക്കൊന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതൊന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ അത് മറ്റൊരു വിഷയമാണ്, അതിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം. ഇപ്പൊ സക്കാത്ത് എന്നുള്ളൊരു വിഷയത്തിന്റെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ലെഫ്റ്റ് അടിച്ചു പോയപ്പോൾ ഞാൻ നിങ്ങളുടെ ഇപ്പി പറഞ്ഞതിനൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ചെറുപ്പകാലം, നിങ്ങളൊരു 53 വയസ്സായ ഒരു മനുഷ്യനാവുമ്പോൾ നിങ്ങളെക്കാളും ഏകദേശം ഒരു 10-20 വയസ്സിന്റെ വ്യത്യാസം കുറവ് എനിക്കുണ്ടാവും. അപ്പോ എനിക്ക് നിങ്ങളത്ര മുൻകാല ചരിത്രം, അന്നത്തെ അനുഭവം പറയാൻ കഴിയില്ല. വായിച്ചറിവേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കേട്ടറിവേ ഉണ്ടാവുള്ളൂ. 57 വയസ്സാകുമ്പോൾ എന്തായാലും ഞാനും നിങ്ങളും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോ പിന്നെ അന്ന് യഥാർത്ഥത്തിൽ സക്കാത്ത് ആളുകള് എന്തോ വിതരണം ചെയ്തു, അത് കുറെ ആളുകൾ വാങ്ങാൻ ചെന്നു എന്നുള്ളതിനെ
സക്കാത്ത് എന്ന പരിവേഷം എന്തടിസ്ഥാനത്തിലാണ് നൽകിയത്? അത് സക്കാത്ത് ആയിരുന്നോ? സക്കാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചിത വസ്തുക്കളിലെ സക്കാത്തുള്ളൂ. അത് ആട്, മാട്, ഒട്ടകം. കോഴികളിൽ സക്കാത്തില്ല. ഇന്നിപ്പോ ഏറ്റവും വലിയ ഒരു വിഷയമാണ് കോഴി ഫാം. പക്ഷെ കോഴിയിൽ ഇസ്ലാമിൽ സക്കാത്തില്ല. അപ്പോ ആട്, മാട്, ഒട്ടകം, പഴവർഗ്ഗങ്ങളിൽ നിന്ന് ഈത്തപ്പഴം, മുന്തിരി, നിങ്ങൾ ഇസ്ലാമിനെ പറ്റി പഠിക്കുമ്പോൾ അതൊക്കെ പഠിക്കണ്ടേ. അതുപോലെ തന്നെ നാണയം, സ്വർണം, വെള്ളി, ഇത്തരം കാര്യത്തിലെ സക്കാത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഈ പറഞ്ഞ വിഷയങ്ങളിൽ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ അന്ന് എത്ര ആളുകൾ ഉണ്ടായിരുന്നു? എത്ര ആളുകൾ ഉണ്ടായിരുന്നു? നിങ്ങൾ അന്നത്തെ 57 ഒരു 7 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് വകതിരി വെച്ചിട്ടുണ്ടാവുമല്ലോ. 50 വർഷം മുമ്പുള്ള ഒരു ചരിത്രം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അതാ പറഞ്ഞത്. ഇന്നിപ്പോ നമുക്ക് ഗൾഫ് സാന്നിധ്യം കൊണ്ട് നിങ്ങളൊക്കെ സൗദിയിലാണെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങളുടെയൊക്കെ അശ്രാന്ത പരിശ്രമം കാരണത്താൽ ഇന്ന് നമ്മുടെ രാജ്യം സുഭിക്ഷമായിട്ട് മുന്നോട്ട് പോകുന്നു, അല്ലെ? അതല്ലേ യഥാർത്ഥം? അപ്പൊ ഈ ഒരു 2-3 പതിറ്റാണ്ടിനുള്ളിൽ നടന്ന ഈ സമുദായത്തില്, എല്ലാ സമുദായത്തിലും, മുസ്ലിമീങ്ങളിൽ മാത്രമല്ല എല്ലാവരിലും ഉണ്ടായ സാമ്പത്തിക മുന്നേറ്റം, അതിന്റെ അടിസ്ഥാനത്തിൽ സക്കാത്തിലും മുന്നേറ്റം ഉണ്ടായി എന്നല്ലാതെ അതിന് മുമ്പ് ഒരു സക്കാത്ത് കൊടുക്കുന്ന ഒരു അവസ്ഥ. പിന്നെന്താന്ന് വെച്ചാൽ വിളകളിലുള്ള, നെല്ലുകളിലുള്ള സക്കാത്ത്. ഇപ്പൊ എന്റെ വീട്ടില് നെല്ല് ഉൽപ്പാദിപ്പിച്ചിരുന്നു എന്നുള്ളത് എനിക്കറിയാം. ചെറുപ്പത്തിലൊക്കെ എന്റെ വീട്ടിൽ നെല്ല് ഉൽപ്പാദിപ്പിച്ചിരുന്നു. ആ നെല്ല് ഇങ്ങോട്ട് കൊയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് മെതിച്ചതിന് ശേഷം അത് അളന്നിട്ട് അതിന്റെ സക്കാത്ത് അർഹരായ ആളുകൾക്ക് കൊടുക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അങ്ങനെ അതിന് മാത്രം ഒരു സക്കാത്ത് എന്നല്ലാതെ എന്റെ വീട്ടുകാരായ എന്റെ വല്യപ്പ, അദ്ദേഹം വലിയ കർഷകനായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു, വലിയ കർഷകനായിരുന്നു. അദ്ദേഹത്തിനക്ക് പൈസ ഒരു കൊല്ലം സൂക്ഷിച്ച് പൈസ സക്കാത്തിന്റെ അളവെത്തിയ കാശ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊരു ഉദാഹരണമാണ്, ഒരു സാമ്പിളാണ്. ഇതുപോലെയാണ് മൊത്തത്തിൽ അന്നുണ്ടായിരുന്ന സമുദായത്തിന്റെ അവസ്ഥ. പിന്നെ കിളിയമണ്ണിക്കാരെ പോലത്തെ വലിയ വലിയ മുതലാളിമാർ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവും, അപൂർവങ്ങളിൽ അപൂർവമായിട്ട്. എന്നതല്ലാതെ ഒരു വ്യാപകമായി ഇന്ന് കാണുന്ന രൂപത്തിൽ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഒരു സമൂഹം അന്നുണ്ടായിരുന്നോ? പിന്നെ നമ്മൾ ഈ സക്കാത്ത് ഇങ്ങോട്ട് ആകെ ചക്കാത്തായിക്കാണ്ട് ആകെ അങ്ങനെ കോലം മാറ്റിക്കൊണ്ട് നടപ്പിൽ വന്നു എന്ന് എങ്ങനെ പറയാനാ നമ്മൾ? അത് ചരിത്രപരമായ ഒരു ദുരാരോപണമല്ലേ നിങ്ങൾ ഈ പറയുന്നത്? മുജാഹിദുകൾ പറയുന്ന ആരോപണങ്ങളൊക്കെ നിങ്ങൾ ഉന്നയിക്കണം എന്തിനാ? നിങ്ങൾ അതിൽ നിന്ന് മുജാഹിദുകൾ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നു. അവർ നല്ലതുണ്ടെന്ന് കാണുകയാണെങ്കിൽ അത് നല്ലതാണോ എന്ന് പരിശോധിച്ച് ചെക്ക് ചെയ്തിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. ഒന്നത്. രണ്ടാമതായിട്ട് ഈ സക്കാത്ത് നിങ്ങൾ പറഞ്ഞു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ നടപടി വളരെ ഉഷാറായി നിങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മളെ ചോദ്യം ഇതാണ്, മുജാഹിദുകൾ തന്നെ അവരോട് ചോദിച്ച ചോദ്യമാണ്, സംഘടനകൾക്ക് സക്കാത്ത് പിരിക്കാൻ അധികാരമുണ്ട് എന്നാണ് അവരുടെ എന്റെ കയ്യിൽ, ഇടത് കയ്യിൽ ഇപ്പൊ ഞാൻ പിടിച്ചു വെച്ച സക്കാത്ത് ശേഖരണവും വിതരണവും ഒരു മാർഗരേഖ എന്ന KNM കേന്ദ്ര സക്കാത്ത് കമ്മിറ്റി പുറത്തിറക്കിയ അവരുടെ ഈ വിഷയത്തിലുള്ള ഏറ്റവും ഔദ്യോഗികമായ രേഖയാണിത്. ഈ വിഷയത്തിലുള്ള ഏറ്റവും ഔദ്യോഗിക രേഖ. ഈ അധികാരമുണ്ട് എന്ന വാദം ഇസ്ലാമിക വിരുദ്ധല്ലേ? ഭരണാധികാരിയുടെ പവർ വ്യക്തികൾക്ക് നൽകുക, സമ്പത്ത് പിരിച്ചെടുക്കുവാനുള്ള ആ ഒരു പവർ വ്യക്തികൾക്ക് നൽകുക എന്നുള്ളത് ഇസ്ലാമികമായിട്ട് അതിനെന്താ പ്രമാണമുള്ളത്? ഇസ്ലാമികമായിട്ടൊരു പ്രമാണം പറയണ്ടേ? ഒറ്റ ദൃഷ്ടിയിൽ നിങ്ങൾ വലിയ നല്ല കാര്യമാണ്, നല്ലത് ഇവിടെ പല ആളുകളും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് ആ ചെയ്യുന്നത് ഇസ്ലാമികമായിട്ട് പ്രാമാണികമാണോ അല്ലേ എന്നുള്ളത് പരിശോധിക്കണ്ടേ? പിന്നെ സക്കാത്ത് എന്നുള്ളൊരു സംവിധാനം മാത്രമാണ് ഇസ്ലാമിൽ ഈ വിഷയത്തിൽ, അഥവാ ഇങ്ങനെയുള്ള വിഷയത്തിൽ സാമ്പത്തികമായ ഉന്നമനത്തിന് വേണ്ടുന്നത് എന്നുള്ള തെറ്റിദ്ധാരണ തിരുത്തണം. അതിലുപരിയായിട്ട് സക്കാത്ത് എന്ന് പറയുന്നത് ചിലപ്പോ ഏറ്റവും പാവപ്പെട്ടവൻ സക്കാത്ത് കൊടുക്കേണ്ടി വരും. പക്ഷെ ഏറ്റവും വലിയ മുതലാളി ചിലപ്പോൾ സക്കാത്ത് കൊടുക്കേണ്ടി വരികയുമില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില ഒരുപാട് കാര്യങ്ങൾ മുടിനാരിഴകേരി നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ബോധ്യപ്പെട്ടു വരുന്ന കാര്യങ്ങളാണ്. അതേസമയത്ത് ഉണ്ണാനും ഉടുക്കുവാനും താമസിക്കുവാനും വകുപ്പില്ലാതെ വിഷമിച്ചു കഴിയുന്ന ആളുകളെ സഹായിക്കുവാനുള്ള റിലീഫ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനം കേവലം ഐച്ഛികമാണ്. അല്ലെങ്കിൽ ഐച്ഛികം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഐച്ഛികം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം എന്ന ഒരു പരുവത്തിലുള്ളതല്ല. അതിന് ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞു. ഒരു പാവപ്പെട്ടവൻ ഡോക്ടറെ അടുത്ത് പോകാൻ വേണ്ടി 150 രൂപ ഫീസും 350 രൂപ മരുന്നും. ഇപ്പൊ സാധാരണ ഒരു പനിക്കുണ്ടാകുന്ന ചെലവാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒരു ചെറിയൊരു പനിക്കുണ്ടാകുന്ന ഒരു ചെലവാണ് 500 റുപ്യ. അത് അൽഷിഫ പോലുള്ള ഹോസ്പിറ്റലൊന്നും പോകാതെ ഒരു വീട്ടിലിരിക്കുന്ന ഡോക്ടറെ അടുത്ത് പോയിട്ട് മെഡിക്കൽ ഷോപ്പ് പോയിട്ട്
മരുന്ന് വാങ്ങി പോരുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും മിനിമം ഇന്ന് കാണുന്ന ചെലവാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലാണെങ്കിൽ അത്രയും ഉണ്ടാകുന്നത് വേറെ കാര്യം. അപ്പൊ ഈ 500 രൂപ ചെന്ന് ചോദിച്ചാൽ എന്റെ അടുത്ത് ഇപ്പൊ ആ കാശില്ല, അല്ലെങ്കിൽ ഞാനിപ്പോ അത് തരാൻ ഉദ്ദേശിക്കുന്നില്ല, അടുത്ത വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയുന്നത് ഇസ്ലാമികമായി തെറ്റാണ്, ഹറാമാണ്. ഇതിനെപ്പറ്റി ഇത് സക്കാത്തല്ല, അത് സക്കാത്തല്ലാത്ത സമ്പന്നരുടെ ബാധ്യതയാണ്. സക്കാത്ത് എന്ന് പറയുന്നത് സമ്പത്തിന്റെ ബാധ്യതയാണ്. അതേസമയത്ത് ഈ പറഞ്ഞത് സമ്പന്നരുടെ ബാധ്യതയാണ്. ഇങ്ങനെ 2 ബാധ്യത ഇസ്ലാമിലുണ്ട്: സമ്പന്നരുടെ ബാധ്യത, സമ്പത്തിന്റെ ബാധ്യത. ഇതെല്ലാം കൂട്ടിക്കുഴച്ചിട്ട് ഇസ്ലാമിലുള്ള ബാധ്യതകൾ മുഴുവൻ സക്കാത്ത് എന്ന ഒരു പേര് കൊടുത്തുകാണ്ട് കൂട്ടിക്കുഴക്കുന്ന രീതി, അത് ഇസ്ലാമികമായി ഞങ്ങൾ അത് ഇസ്ലാമികമായിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ പറയാം. ഞങ്ങളിങ്ങനെ പുറത്തുനിന്ന് വീക്ഷിക്കുമ്പോൾ അതിന്റെ ആ ഒരു ഉപരിപ്ലവമായ സൗന്ദര്യം മാത്രം നോക്കുന്നവരല്ല. ഞങ്ങളതിന്റെ ഇസ്ലാമികമായ വീക്ഷണത്തിലൂടെ അതിനെ വിലയിരുത്തുന്നവരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത്. അപ്പൊ ആ വിധത്തിൽ മുജാഹിദുകൾ ഇവിടെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് മുജാഹിദുകൾ തന്നെ പറഞ്ഞതിനെ കുറിച്ച് എന്ത് പറയാനുണ്ട് എന്നാണ്. അത് പ്രാമാണികമായിട്ട് തെറ്റാണെന്ന് മുജാഹിദുകൾ പറയുമ്പോൾ അല്ല, അത് പ്രാമാണികമായും ശരിയാണ് എന്ന് പറയാൻ മുരളിക്കോ അല്ലെങ്കിൽ അതുപോലെ ഈ വിഷയത്തിൽ അനുകൂലിക്കുന്നവർക്കോ സാധിക്കുമോ? അതാണ് നമ്മുടെ ചോദ്യം. അതിനെക്കുറിച്ചാണ് നിങ്ങൾ പറയേണ്ടത്. അല്ലാതെ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം എന്തെല്ലാം പരിഷ്കരണ പ്രവർത്തനങ്ങൾ അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി എന്നൊന്നും ഇപ്പൊ പറയേണ്ട സമയമല്ല. അതൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഇൻഷാ അല്ലാഹ് വേറെ സന്ദർഭം അതിന് ഉപയോഗപ്പെടുത്താം. ഞാൻ മൈക്ക് റിലീസ് ചെയ്യും. അല്ല, ഞാൻ ഇനി എന്തായാലും സക്കാത്ത് എന്ന വിഷയത്തിൽ നിന്ന് പുറത്തു പോകില്ല. ഓക്കെ, ഞാൻ ഉറപ്പ് പറയുന്നു. പക്ഷെ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന പല വ്യക്തികളും പല ഗ്രൂപ്പുകളായി അധികാരത്തിന്റെയും മറ്റും പല വിഷയങ്ങളും ഉന്നയിച്ചുകൊണ്ട് പുറത്തു പോവുകയും മുജാഹിദ് പ്രസ്ഥാനത്തെ താറടിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത് ചരിത്രം നമ്മുടെ മുന്നിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല, ചർച്ച തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. അത്തരം തങ്ങൾ എവിടെയൊക്കെ ഏതൊക്കെ രൂപത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നൊക്കെയുള്ള ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായ ചില സ്പ്ലിറ്റുകളും ഞാൻ മുജാഹിദും അല്ല, ഞാനൊരു ഇസ്ലാം മത വിശ്വാസി പോലുമല്ല. പക്ഷെ ഇസ്ലാം മതത്തെയും മറ്റു മതങ്ങളെയൊക്കെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് മാത്രമാണ് ഞാൻ. മുജീബ് എന്നെ അങ്ങനെ ഒരു മതത്തിന്റെ ആളായി കാണണ്ട, ഒരു പ്രസ്ഥാനത്തിന്റെയോ ഒരു വിഭാഗത്തിന്റെ ആളായി കാണരുത് തന്നെ ദയവേത്. അപ്പോ നമുക്കിപ്പം അടുത്ത കാലത്ത് നടത്ത ജിന്ന് ചർച്ചകളും മറ്റുമൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇത്രയും നാള് ജിന്നിന്റെയും അല്ലെങ്കിൽ കണ്ണേറ് പോലുള്ള അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം കുറെ ശക്തമായി എതിർത്തിരുന്ന അന്ധവിശ്വാസങ്ങളെ ആയി ബന്ധപ്പെട്ട് എതിർത്തിരുന്നു. അപ്പൊ ഇത് വിഷയത്തിന് പുറത്തു പോകുമോ എന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രം ഞാനത് പറയുകയാണ്. കുറെ ആൾക്കാർ അതിനകത്ത് തന്നെ നിന്നുകൊണ്ട് ഇതിനെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് വച്ചിരുന്ന വളരെ പുരോഗമനപരമായ ഇസ്ലാം മതത്തിന്റെ ശാക്തീകരണത്തിന് അല്ലെങ്കിൽ കുറെ കൂടെ കൂടുതൽ ജനങ്ങൾക്ക് സ്വീകാര്യമാകുന്ന രൂപത്തിൽ കുറെ കൂടെ കൂടുതൽ ജനങ്ങൾക്ക് ഇസ്ലാം എന്ന ഒരു വ്യവസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ വളരെ നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നതിനെ തകർത്ത് കളയുകയും അല്ലെങ്കിൽ അതിനെ ഒരു പരിധിവരെ ഹൈജാക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള പല മുജാഹിദ് ഗ്രൂപ്പുകളെന്ന് അവകാശപ്പെടുന്ന മറ്റു പലരും നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി. അവർ പറയുന്ന വാക്യങ്ങളും കേട്ട് അവർ പറയുന്ന ചില കമന്റ്സും കേട്ടുകൊണ്ട് മൊത്തം മുജാഹിദ് പ്രസ്ഥാനത്ത് വിലയിരുത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ ഈ താങ്കൾ ഇപ്പൊ ഉന്നയിച്ച വിഷയത്തെ കുറിച്ചിട്ടുള്ള എന്റെ നിലപാട്. മൈക്ക് ഫ്രീ. അത് നിങ്ങളുടെ വിശദീകരണം നല്ലൊരു കാര്യം തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. അതായത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ അടർന്നുപോയ ഗ്രൂപ്പുകളുടെ വിമർശനങ്ങൾ എടുത്തുദ്ധരിക്കുക എന്നുള്ളതിൽ വലിയൊരു കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ എന്റെ സംസാരത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാൻ പറഞ്ഞു ഈ വിമർശകര് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോ നിങ്ങൾ പറയുന്ന സാക്ഷാൽ മുജാഹിദുകൾ ആ പ്രമാണം ശരിയല്ല, നിങ്ങളാ പറഞ്ഞ വിമർശകർ ഉന്നയിക്കുന്ന പ്രമാണം ശരിയല്ല. അത് ജിന്ന് വിഷയത്തിലാവട്ടെ, കണ്ണേറ് വിഷയത്തിലാവട്ടെ, സക്കാത്ത് വിഷയത്തിലാവട്ടെ, അവര് പറയുന്ന പ്രമാണം ശരിയല്ല. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ മുജാഹിദുകൾ ഈ പറഞ്ഞ അവരുടെ ഈ സക്കാത്ത് വിതരണവും ശേഖരണവും ഒരു മാർഗരേഖ എന്നുള്ള പുസ്തകത്തിൽ ഖുർആനിലെ ആമിലൂന എന്ന പ്രയോഗത്തെ ദുർവ്യാഖ്യാനിച്ചിരിക്കുന്നു, ഫീസബീലില്ല എന്ന പ്രയോഗത്തെ ദുർവ്യാഖ്യാനിച്ചിരിക്കുന്നു. അതിനെ മതസ്ഥാപനങ്ങള്, ദഅവാ പ്രവർത്തനങ്ങള്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഗൂഢശ്രമം നടത്തിയിരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രാമാണികമായ വിമർശനങ്ങൾ
അത് ഒരു ഗ്രൂപ്പ് അടർന്നു പോയതിന്റെ പേരിൽ ആ വിമർശനം അല്ലാതെയാകുമോ? ഒരു ഗ്രൂപ്പ് അടർന്നു പോയി എന്നതിന്റെ പേരിൽ ആ വിമർശനം അല്ലാതെയാവൂലല്ലോ. അത് അത് ഞങ്ങൾ പറഞ്ഞത് ശരി. ആമിലൂന എന്ന് പറഞ്ഞാൽ സക്കാത്ത് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കമ്മിറ്റികളുടെ പ്രവർത്തകർ, അഥവാ സക്കാത്ത് സെല്ല്. ഓരോ മഹലിലും അവർക്ക് സക്കാത്ത് സെല്ലുണ്ട്. അത് മുരളിക്ക് അറിയുമെന്നറിയില്ല. അപ്പൊ എല്ലാ മുജാഹിദ് മഹല്ലുകളും സക്കാത്ത് സെല്ലുണ്ട്. ആ സക്കാത്ത് സെല്ലിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി പോലുള്ള അതിന്റെ പ്രവർത്തകരും ഈ ആമിലൂനയിൽ ഉൾപ്പെടുമോ? ഇല്ലേ? അതുപോലെ തന്നെ ഫീ സബീലില്ലാ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക യുദ്ധം നടത്തുന്ന സൈനികരെ പറ്റിയാണ് പറയുന്നത് എന്ന് ഇവര് പ്രമാണങ്ങൾ ഉദ്ധരിച്ച് പറയുന്നു. ഇബ്നു കസീർ പോലുള്ള ഇബ്നു കസീർ എന്ന് പറയുന്നത് ഒരാളെ പേരാന്ന് തെറ്റിദ്ധരിക്കണ്ട. അത് ഖുർആനിന്റെ ഒരു പ്രാമാണിക, എല്ലാ മുജാഹിദുകളും സുന്നികളൊക്കെ അംഗീകരിക്കുന്ന പ്രാമാണികമായ ഒരു ഗ്രന്ഥാണ്. അപ്പൊ അതിലുള്ള ഉദ്ധരണികൾ, അതുപോലെ തന്നെ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ ഉദ്ധരിക്കുന്നു. അപ്പൊ അത് വെച്ചുകൊണ്ട് പറയണം. അല്ലാതെ അതൊരു അടർന്നുപോയ ഗ്രൂപ്പല്ലേ, അവര് പറയുന്നത് അടർന്നു പോയത് കൊണ്ട് ഇനി അത് സ്വീകാര്യമല്ല, അത് വെച്ചിട്ട് സംസാരിക്കണ്ട എന്ന നിലപാട് ശരിയല്ല. മറിച്ച് പറയുന്നത് ആര് എന്നതല്ല നോക്കേണ്ടത്, എന്ത് പറഞ്ഞു എന്ന് നോക്കൂ. ആ പറയുന്നതിൽ ഒരു ശരിയുണ്ടെങ്കിൽ അത് അംഗീകരിക്കേണ്ടതല്ലേ. അല്ല, ആ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഇന്ന പ്രമാണം കാരണത്താൽ അത് തെറ്റാണെന്ന് മുജാഹിദുകൾ പറയണം. ഒരുപക്ഷെ മുരളിക്ക് അത് ഒരുപക്ഷെ പറയാൻ സാധിക്കുമോ ഇല്ല എന്നുള്ളത് നിങ്ങളെ വ്യക്തിപരമായിട്ട് നമ്മൾ അറിയില്ലല്ലോ. പക്ഷെ മുജാഹിദുകൾ അത് പറയണം. അത് പറയാത്ത കാലത്തോളം ഈ വിമർശനം നിലനിൽക്കും എന്നാണ് അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ മുജാഹിദുകളുടെ ഇടയ്ക്കുള്ള ആശയ അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ചിട്ട് തൽക്കാലം ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. അല്ലെങ്കിൽ ഒരു പക്ഷെ അത് എന്താ പറയുക, ഈ വേദിയിൽ പറ്റിയ ഒരു വിഷയമല്ലാത്തത് കൊണ്ടാണ് ഞാൻ അത്തരം വിഷയങ്ങളിലേക്ക് പോകാത്തത്. പക്ഷെ ചുരുക്കി ഒരു കാര്യം മാത്രം പറയാം. മുജാഹിദ്, കൃത്യമായ മുജാഹിദ്, സാർ ഇപ്പോ മുജാഹിദില്ലല്ലോ, കൃത്യമായ മുജാഹിദ് നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിനോടൊപ്പം നിന്ന ചില നേതാക്കൾ മുജാഹിദിൽ നിന്ന് വിട്ടുപോയിട്ട്, ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടെ ബയലക്സിൽ ഒരു മുജാഹിദ് റൂമിലിരുന്നിട്ട് വലിയ പണ്ഡിതൻ മുജാഹിദ് പ്രസ്ഥാനത്തിനകത്ത് വളരെ സജീവമായി ക്ലാസുകൾ എടുക്കുകയും പ്രഭാഷണങ്ങൾ നടക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു പണ്ഡിതൻ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു. ഞാൻ എന്റെ കൃത്യമായ അഡ്രസ്സും മറ്റു കാര്യങ്ങളും തരാം, നിങ്ങൾക്ക് എന്നെ ഗൂഢോത്രം എന്ന് പറയുന്നത് അറിയല്ലോ, ദുർമന്ത്രവാദം കൊണ്ട് ഏതെങ്കിലും രൂപത്തിൽ എനിക്ക് ഹാനി വരുത്താൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ പറയുന്ന എന്റെ ബാങ്ക് അക്കൗണ്ടും അല്ലെങ്കിൽ എന്റെയിലുള്ള സകല എമൗണ്ട് നിങ്ങൾക്ക് തരാമെന്നും നിങ്ങൾക്ക് മൊത്തം രൂപത്തിൽ ഞാൻ കീഴടങ്ങിക്കൊള്ളാമെന്നും ഒരു വെല്ലുവിളി നടത്തിയിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോ അതേ പണ്ഡിതൻ അപ്പുറത്ത് വേറെ റൂമിലിരുന്ന് പറയുന്നു കൂടോത്രം ഫലിക്കുമെന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിരുദ്ധമാകുന്നത് ഈ അള്ളാഹു അല്ലാതെ മറ്റൊരു ശക്തിക്കും ആരെയും ഒന്നും ദ്രോഹിക്കാനോ സഹായിക്കാനോ കഴിയില്ല എന്ന ഏറ്റവും അടിസ്ഥാനപരമായ സത്യം നിലനിൽക്കെ, അല്ലെങ്കിൽ അടിസ്ഥാനപരമായ വിശ്വാസ പ്രമാണം നിലനിൽക്കെ, ഇസ്ലാമിനെ സംബന്ധിച്ചിട്ട് അത് ഏറ്റവും വലിയ അടിസ്ഥാന പ്രമാണം തന്നെയാണ്. പക്ഷെ അതേ പ്രമാണത്തിൽ നിന്നുകൊണ്ട് ഒരാൾ പറയുകയാണ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ ആത്മീയമായ അല്ലെങ്കിൽ ശാരീരികമല്ലാത്ത രൂപത്തിൽ, അഭൗതികമായ രൂപത്തിൽ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ തകർത്ത് കളയാനോ കഴിയുമെന്ന് പറയുന്നത് ദൈവത്തിന് തുല്യം ചേർത്തലാണ്, ദൈവത്തിന്റെ പകരം വയ്ക്കലാണ്. അല്ലെങ്കിൽ ദൈവതുല്യനായി മനുഷ്യനെ കാണുകയോ അല്ലെങ്കിൽ ദൈവത്തിന്റെ പര്യായങ്ങളായി മനുഷ്യനെ കാണുകയോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഒരു പണ്ഡിതൻ തന്നെ തകർന്നുപോയി. അപ്പൊ അയാൾ പിന്നെ അദ്ദേഹം ആ വ്യക്തി ഒരു പക്ഷേ പറയുകയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിനകത്ത് ഇന്ന പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ആരാണിത് അംഗീകരിക്കുക? അല്ലെ, ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഞാൻ കാട് കയറുകയല്ല, ഞാൻ ഒരിക്കലും അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോയിട്ടില്ല സുഹൃത്തെ. ഞാൻ പറയുന്നത് അങ്ങനെ ഇന്നലെ വരെ ഇന്നിപ്പോ ഈ പ്രസ്ഥാനത്തിൽ ഇപ്പോ ഈ എന്താ പറയുക, നിങ്ങളുടെ സമസ്ത പ്രസ്ഥാനത്തിലുള്ള ഒരാൾ തന്നെ നാളെ സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ട് ഒരു കാര്യം പറയാണ്, സമസ്തയിൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സമസ്തയിൽ ഇന്നും ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അയാളുടെ ശത്രുത, അയാൾ ആ പ്രസ്ഥാനത്തോടുള്ള ശത്രുതയും നിങ്ങളോടുള്ള ശത്രുതയും ഒക്കെ തീർക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ സൈദ്ധാന്തികമായ നിലപാടുകളെ തകർക്കാൻ വേണ്ടിയായിരിക്കും. അവിടെയാണ് എന്റെ അഭിപ്രായ വ്യത്യാസം. ഞാൻ പറയുന്നത് പുറത്തുപോയ ആൾക്കാരുടെ വാദങ്ങളിലല്ല ചെയ്യേണ്ടത്, അവരുടെ തന്നെ അടിസ്ഥാനപരമായി മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങളെയാണ് നിങ്ങൾക്ക് തകർക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം.
വളരെ പ്രസക്തമായ ചോദ്യമാണ്. ചോദ്യത്തിന് നല്ല മറുപടി, നമ്മുടെ ശരിയായ മറുപടിയുമുണ്ട്. സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് ഒരാൾ പുറത്തുപോയി സമസ്തയുടെ സംഘടനാ സംവിധാനം, വ്യക്തിപരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആൾക്കൂട്ടങ്ങളിലുള്ളൊക്കെ നമ്മളുടെ സാധാരണ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളല്ലാതെ ഖുർആൻ ഹദീസ് പോലുള്ള പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സമസ്തയുടെ ആശയം തെറ്റാണ് എന്ന് ഒരാൾ പുറത്തുപോയിട്ട് ആരോപിക്കുകയാണെങ്കിൽ സമസ്ത അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. അത് പുറത്തുപോയ ആൾ പറയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ബാധ്യസ്ഥതല്ലാതെ ഞങ്ങളാരും പറയില്ല. ഞങ്ങൾ പുറത്തുപോയ ആൾ പറയുകയാണെങ്കിലും ഇപ്പൊ സമസ്തയിൽ നിന്ന് പുറത്തുപോയതിൽ ആളുകളൊക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാം. നമ്മുടെ കേരളത്തിന്റെ മുസ്ലിം സാഹചര്യം നിങ്ങൾ പരിശോധിച്ചിട്ട് നിങ്ങൾക്കൊക്കെ അറിയുന്ന വിഷയങ്ങളാണ്. അതൊന്നും ഇപ്പൊ പേരുകളൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അവരിപ്പോ എന്താണ് സമസ്തയുടെ പാഠപുസ്തകത്തിൽ അല്ലെങ്കിൽ സമസ്തയുടെ സിദ്ധാന്തങ്ങളിൽ, സമസ്തയുടെ ആദർശത്തില് ഇങ്ങനെയുള്ള ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഇന്നാലിന്ന തെറ്റുകളുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ സമസ്തക്കാരും ഉണ്ടായിരിക്കാൻ പറ്റുമോ? അവർ മറുപടി പറയണം, കൃത്യമായ മറുപടി പറയണം. അല്ലാതെ അയാൾ പുറത്തു പോയില്ലെങ്കിൽ അയാൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ചെവി കൊടുക്കൂല, ഞങ്ങൾ കാത് കുത്തുന്ന പറയേണ്ടത്. അത് ഒരു ശരിയായ രീതിയല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആര് പറയുന്നു എന്നുള്ളതല്ല, എന്താണ് പറയുന്നത് എന്നാണ്. അത് പുറത്തുപോയ ആള് വിമർശിച്ചാലും വിമർശനം പ്രാമാണികമാണെങ്കിൽ മറുപടി പറഞ്ഞേ തീരൂ. അത് സമസ്ത ഒരിക്കലും അത് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറും എന്ന് ഞങ്ങൾ പറയില്ല. അതേമാതിരി ആയിരിക്കണം മുജാഹിദ് പ്രസ്ഥാനവും. പിന്നെ നിങ്ങൾ പറഞ്ഞു ആ ഒരു പണ്ഡിതൻ, അദ്ദേഹം സിഹർ ഗൂഢോത്രം നടത്തി എന്നെ നശിപ്പിക്കാൻ തയ്യാറുണ്ടോ എന്ന് വെല്ലുവിളിച്ചിരുന്ന ആള് പിന്നെ അഭൗതികമായ ശാരീരികമല്ലാത്ത ഉപദ്രവങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന വിശ്വാസ തലത്തിലേക്ക് മാറിയെന്ന്. അത് അള്ളാഹുവിന്റെ മാത്രമാണ് എന്നതാണ് ഇത്ര മുജാഹിദ് പ്രസ്ഥാനം. തികച്ചും തെറ്റാണ് ആ വാദം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആ വാദം ഇസ്ലാമികമല്ല. അഭൗതികമായ സഹായങ്ങൾ മാത്രം, അതാണ് അള്ളാഹുവിന്റെ സവിശേഷത, ദൈവത്തിന്റെ സവിശേഷത എന്നൊരു വിശ്വാസം ഇസ്ലാമില് ഏതെങ്കിലും ഒരു ആദം അലി ഇസ്ലാം മുതൽക്ക് മുഹമ്മദ് നബി വരേക്കുമുള്ള ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ഒരു വചനത്തിലോ ഖുർആനിന്റെ ഒരു വാക്യത്തിലോ ഹദീസുകളുടെ ഒരു ശകലത്തിലോ നിങ്ങൾക്കത് കാണിച്ചു തരാൻ കഴിയില്ല. ഇതുവരെ ഒരു മുജാഹിദുകൾക്കത് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. നമ്മൾ പല മുജാഹിദുകളോട് ഞങ്ങൾ ചോദിക്കാറുണ്ട് ഇത് എവിടെയുള്ളത്, അത് കോമൺ സെൻസ് ഉള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവൂലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നല്ലാതെ ഇന്ന സ്ഥലത്ത് അത് പറഞ്ഞു എന്ന് കാണിച്ചു തരാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ മുരളി, താങ്കളും ഞാനും ഇപ്പൊ സംസാരിക്കുന്നത് ശാരീരികം മാത്രമല്ല, ഇസ്ലാമിന്റെ വിശ്വാസപ്രകാരം. ഇസ്ലാമിന്റെ വിശ്വാസപ്രകാരം ഈ ശരീരം മാത്രമല്ല മനുഷ്യൻ എന്ന് പറയുന്നത്. ഈ ശരീരത്തിനേക്കാൾ മനുഷ്യനിൽ ഘടകമായിട്ടുള്ളത് അഭൗതികമായ ശാരീരികമല്ലാത്ത ആത്മാവാണ്. യഥാർത്ഥത്തിൽ ഇപ്പൊ സംവദിക്കുന്നത് എന്റെയും നിങ്ങളുടെയും ആത്മാവാണ്. 57 വയസ്സായ മുരളി സാർ ഇനി ഒരു 10 വർഷം കഴിഞ്ഞാൽ ഇന്നത്തെ ശരീരമാകൂല ഉണ്ടാകുക. അന്ന് എന്റെ ശരീരം, ഇന്ന് എനിക്ക് താടി നരച്ചിട്ടില്ല, പക്ഷെ ഒരു 10 വർഷത്തിന് ശേഷം എന്റെ താടിയൊക്കെ നരച്ച് മുഖമൊക്കെ ചുളിഞ്ഞ് കോലം മാറിയിട്ടുണ്ടാവും. ശരീരം മാറുന്നു, പക്ഷെ ആത്മാവ് മാറുന്നില്ല. ആത്മാവ് അഭൗതികമാണ്, ആത്മാവ് ശാരീരികമല്ല. ആ ആത്മാക്കളാണ് യഥാർത്ഥത്തിൽ സംവദിക്കുന്നത്, ആശയവിനിമയം നടത്തുന്നത്, സംശയം ചോദിക്കുന്നത്, മറുപടി പറയുന്നത്, വിശദീകരിക്കുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. അത് എങ്ങനെയാണ് ആത്മാവ് എന്നുള്ളത് അത് വിശദമായിട്ട് നമുക്ക് അറിയില്ല എന്ന് മാത്രം. ഒരുപക്ഷെ ശാസ്ത്രം അത് കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. മതം പറയുന്നത് അതാണ്. മതം അതാണ് പറയുന്നത്. അപ്പോ ഈ മതം പറയുന്ന ഈ അടിസ്ഥാനപരമായ ഈ ആശയം എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ സ്വഹീഹുൽ ബുഖാരിയിലൊക്കെ കാണാം, ഒരു ഉമ്മ ഗർഭപാത്രത്തിൽ 4ാമത്തെ മാസത്തിൽ ആ കുഞ്ഞിന്റെ ശാരീരികമായ വളർച്ചയിൽ ഒരു മലക്ക് ഇടപെടുന്നുണ്ട്. എന്റെ റൂഹ് എന്ന് പറയുന്ന ആത്മാവിനെ സന്നിവിശേഷിപ്പിക്കുമ്പോഴാണ് അവന് മനുഷ്യനായി മാറുന്നത്. അതുവരെ ഒരു കേവലം ഇറച്ചിക്കട്ടയും അതുപോലുള്ള കാര്യങ്ങളുമാണ് ആ മനുഷ്യന്റെ അടിസ്ഥാന പദാർത്ഥങ്ങൾ. അപ്പൊ പദാർത്ഥ ലോകത്തുള്ള ഈ ശരീരം മാത്രമല്ല മനുഷ്യൻ ആത്മീയവും കൂടിയാണ്. അപ്പൊ മനുഷ്യൻ തമ്മിൽ സഹായം ചോദിക്കുന്നതും കൊടുക്കുന്നതും സ്വയം ചോദിക്കുന്നതും വിശദീകരിക്കുന്നതും ഒക്കെ ശാരീരികം മാത്രമാണ് എന്നുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം ഇസ്ലാമിന്റെ ബാലപാഠത്തിന് നിരക്കാത്തതാണ്, അടിസ്ഥാന വശത്തിന് നിരക്കാത്തതാണ്. അപ്പൊ ആ വസ്തുത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് പുറത്തുപോയ ഒരാള് അവർക്കെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ പുറത്തുപോയ ആൾക്കാർ വിമർശനം ഉന്നയിച്ചാൽ മറുപടി പറയേണ്ടതില്ല എന്നാണോ പറയേണ്ടത്? എന്ത് കാര്യമാണ്? അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിനെതിരിൽ ക്രൈസ്തവർ ഒരു ആരോപണം ഉന്നയിച്ചു, ക്രൈസ്തവർക്കെതിരിൽ മുസ്ലിമീങ്ങൾ ഒരു ആരോപണം ഉന്നയിച്ചു, ഹൈന്ദവർക്കെതിരിൽ ഇസ്ലാമിന്റെ ആൾക്കാർ ആരോപണം ഉന്നയിച്ചു. അതൊക്കെ പുറത്തുള്ള ആൾക്കാരല്ലേ, അത് ഞങ്ങൾ നോക്കണ്ടെന്നാ പറയേണ്ടത്? അത് എനിക്കത് മനസ്സിലാവണില്ല. നിങ്ങൾ ആ പറഞ്ഞത് അത് ഒരു ബുദ്ധിയുടെ ഒരു പിൻബലം പോലും അതിന് നൽകാൻ കഴിയുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്.
മൈക്ക് റിലീസ് ചെയ്യാം. ഹലോ. അല്ല സുഹൃത്തെ, അത് ആശയപരമായ പ്രശ്നങ്ങൾക്ക് മറുപടി പറയേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ വിശ്വാസത്തിന്റെ ഒരു വിഷയമുണ്ട്. ഇപ്പം ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിട്ട് അയാൾ കുറെ അന്ധവിശ്വാസങ്ങളും കുറെ ശരിയായ വിശ്വാസങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരവസ്ഥയിലായിരിക്കും. പൊതുവെ ഒരു വിശ്വാസിയുടെ ഒരു തലം എന്ന് പറയുന്നത് പൂർണ്ണ രൂപത്തിൽ ഖുർആനെ ഉൾക്കൊണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഹദീസുകളുടെ ഒരു തലത്തിൽ നിന്നുകൊണ്ടോ ആയിരിക്കില്ല ഒരു സാധാരണക്കാരനായ ഒരു മതവിശ്വാസി, ഏത് മതത്തിലെ വിശ്വാസിയാണെങ്കിലും വിശ്വാസിയാകുന്നത്. അയാൾക്കൊരു പരിധി വരെ കുറച്ച് മതപരമായിട്ടുള്ള യഥാർത്ഥ പ്രശ്നങ്ങളും ഉണ്ടാകും. കുറെ ഇല്യൂഷൻസും കുറെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള കുറെ അസത്യങ്ങളും ഒക്കെ തന്നെ എനിക്കറിയാം. അബു ഹംദൻ കേട്ടോ, എനിക്ക് ഇസ്ലാം ഒരു ലോജിക്കല്ല എന്നും അതൊരു ജീവിത രീതിയാണെന്നും ഒക്കെയുള്ള ഒരു ചെറിയ ഒരു വളരെ പരിമിതമായ അറിവാണെങ്കിൽ പോലും കുറച്ചൊക്കെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അത് അത്രയും ചർച്ചയിലേക്ക് കൊണ്ടുപോകണ്ട. അപ്പോൾ ഇവിടെ ഉന്നയിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു ഇന്നലെ വരെ ഉന്നയിച്ചിരുന്ന വാദങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി, അതിന് വിപരീതം. അതുകൊണ്ടാണ് ഞാൻ ആ ഉദാഹരണം പറയാൻ തയ്യാറായത്. ഇന്നലെ വരെ വെല്ലുവിളിച്ചിരുന്ന ഒരു പാർട്ടി ഇന്ന് പറയുകയാണ് ഇല്ല, പ്രേതബാധയുണ്ട്, കണ്ണേറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുണ്ട് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ആ വിഷയത്തിലേക്ക് വരികയാണ്. ഇപ്പൊ താങ്കൾ ആ വിഷയത്തിലേക്ക് എന്നെ ചർച്ചയ്ക്ക് ക്ഷണിച്ചുകൊണ്ട് മാത്രം ഞാൻ അതിലേക്ക് വരികയാണ്. മനുഷ്യനെ സഹായിക്കാനുള്ള അല്ലെങ്കിൽ മനുഷ്യനെ ദ്രോഹം ചെയ്യാൻ എന്തായാലും ദൈവം തയ്യാറാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മനുഷ്യനെ സഹായിക്കുക, മനുഷ്യന്റെ ഗുണത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ ദൈവത്തിന് മാത്രമാണ് അമാനുഷികമായ ശക്തിയുള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ദൈവം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് മാത്രമായിരിക്കും ഈ ഒരു ശക്തി ഉണ്ടാകുക. സാധാരണക്കാരനായ എന്നെയോ നിങ്ങളെയോ ഇപ്പം MD ദാരിമി ഉസ്താദിനെ പോലെയോ ഒരാളിന് എനിക്ക് ഉസ്താദിനെ ഒന്നും ചെയ്യാനാകില്ല, ഉസ്താദിന് എന്നെ ഒന്നും ചെയ്യാനാകില്ല. പിന്നെ ആരോഗ്യത്തിന്റെ വിഷയം, കായികമായി എനിക്ക് ഒരു പക്ഷേ നിങ്ങളെ അടിക്കാനാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ അടിക്കാനാകും, എന്നെ പരാജയപ്പെടുത്താനാകും. അതെന്റെ നമ്മുടെ തമ്മിലുള്ള കായികക്ഷമതയുടെ വിഷയമാണ്. അതല്ലാത്തിടത്തോളം കാലം ഒരു ഇസ്ലാം മതവിശ്വാസി എന്തായാലും അങ്ങനെ വിശ്വസിക്കുന്നത് ഞാൻ കരുതുന്നില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഗൂഢതന്ത്രങ്ങളൊക്കെ വശമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്നെ എന്തോ നശിപ്പിച്ചു കളയാൻ കഴിയും എന്നുള്ള രൂപത്തിലുള്ള ഒരു വിശ്വാസം ഒരു ഇസ്ലാം മതവിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ലാത്തതാകുന്നു. കാരണം അവർ പറയുന്നു, കൃത്യമായും വിശ്വസിക്കുന്നു, ദൈവത്തിലല്ലാതെ മറ്റൊരു ശക്തിക്കും മനുഷ്യനെ ദ്രോഹിക്കാനാകില്ല, ഏത് ആത്മീയമായി. അതുകൊണ്ട് മാത്രമാണ് ഏകദൈവ വിശ്വാസം ശക്തമാകുന്നതും ഏകദൈവ വിശ്വാസത്തിൽ ഇസ്ലാം മതം കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്നതും ഏകദൈവ വിശ്വാസത്തിന്റെ പ്രശ്നം കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതും ഇത്തരം മനുഷ്യ ദൈവങ്ങളെയും ഈ എന്താ പറയുക ഈ ഇത്തരം തെറ്റായ പ്രവണതകളെ പരാജയപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. മറ്റൊരു മനുഷ്യന് ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി A or B എന്ന വ്യക്തിക്ക് ഒരു പക്ഷേ മറ്റൊരാളിനെ നശിപ്പിക്കാനാകുമെന്നുണ്ടെങ്കിൽ അയാൾ ദൈവത്തിന്റെയോ അല്ലെങ്കിൽ സാത്താന്റെയോ പ്രതീകമായി മാറുകയാണ്. അങ്ങനെയുള്ള ഒരാളിന് മാത്രമാണ് ഒരാളിനെ ദ്രോഹിക്കാനോ നശിപ്പിക്കാനോ സഹായിക്കാനോ കഴിയുക. എനിക്ക് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഒരു 100 രൂപ കടം തരുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് കാശ് കടം തരാൻ പറ്റും. പക്ഷെ നിങ്ങൾ എന്റെ മകന്റെ എന്താ പറയുക ഈ പരീക്ഷയിൽ നിന്ന് ജയിപ്പിച്ചു തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയാത്തൊരു കാര്യമാണത്. ആ കുട്ടിയുടെ ഒരു തലത്തിൽ നിന്നിട്ട് പരീക്ഷ എഴുതുന്നു, മറ്റാരോ ആ പേപ്പർ വാല്യുവേഷൻ നടത്തുന്നു, അയാളുടെ മെറിറ്റിന്റെയും മറ്റുമൊക്കെ അടിസ്ഥാനത്തിൽ അയാൾക്ക് മാർക്ക് കൊടുക്കുന്നു, ജയിക്കുകയോ തോക്കുകയോ ഒക്കെ ചെയ്യുന്നു. അത് എന്റെ റീച്ചിലുള്ള പ്രശ്നമല്ല. അല്ലെ, ചോദ്യത്തിലേക്ക് തന്നെയാണ് ഇപ്പൊ വിശദീകരണങ്ങളാണ് നടക്കുന്നത് സുഹൃത്തെ. ഇപ്പൊ ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരീക്ഷ സമ്പ്രദായത്തിൽ ഒരു ചർച്ച സാധ്യമല്ല കേട്ടോ. ചോദ്യം ചോദിക്കുക, അദ്ദേഹം ഉത്തരം പറയുക, ഞാൻ വീണ്ടും ചോദ്യം ചോദിക്കുക, അദ്ദേഹം അങ്ങനെ കാണരുത്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംവാദമാണ്. അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ സംവദിക്കുമ്പോഴത്തേക്ക് ഒരുപക്ഷെ എനിക്ക് അദ്ദേഹത്തിനെ കൗണ്ടർ ചെയ്യേണ്ടി വരും, അദ്ദേഹത്തിന് എന്നെ കൗണ്ടർ ചെയ്യേണ്ടി വരും. അപ്പൊ ആ രൂപത്തിലുള്ള യാന്ത്രികമായിട്ട് ഇതിനെ കാണരുത് പ്ലീസ്. അപ്പോ ഞാനിവിടെ ഞാൻ മൈക്ക് തരാം, എപ്പോൾ ചോദിച്ചാലും മൈക്ക് തരാം, ഒരു പ്രശ്നമില്ല. എനിക്ക് എന്നെ അങ്ങനെ ഡോട്ട് ഇടേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ എപ്പോൾ പറയണം മൈക്ക് തരാൻ പറഞ്ഞാൽ ആ സെക്കൻഡ് മൈക്ക് തരും. ഉസ്താദ് ഹാൻഡ് റൈസ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ നീട്ടുന്നത്, കുറെ കൂടെ വ്യക്തമാക്കാൻ വേണ്ടി, എന്റെ നിലപാടുകൾ കുറെ കൂടെ വ്യക്തമാക്കാൻ വേണ്ടി. അപ്പോ ഞാനൊരു കാര്യം മാത്രമാണ് പറയുന്നത്, മനുഷ്യന് ഭൗതികമായ സഹായങ്ങളും ഒക്കെ എല്ലാ മനുഷ്യർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനായി എന്ന് വരും. ഇപ്പോ ഉസ്താദ് അല്ലെങ്കിൽ ഞാൻ സുഖമില്ലാതെ കിടക്കുകയാണെങ്കിൽ എനിക്ക് മരുന്ന് മേടിച്ചു തരാൻ താങ്കൾക്ക് കഴിയും. പക്ഷെ എന്റെ ഉള്ളിലുള്ള അസുഖം മാറ്റാൻ ആ രംഗത്ത് വൈദഗ്ധ്യമുള്ള ഒരാളിന് കഴിഞ്ഞെന്ന് വരും. അതല്ലാതെ
ഏതെങ്കിലും എന്താ പറയുക ദിവ്യമായ ഒരു ബലം ഒരു മനുഷ്യനുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മൈക്ക് എടുത്തോളൂ. പ്രിയപ്പെട്ട സുഹൃത്തിന്റെ അവസാനത്തെ ഒരൊറ്റ പദപ്രയോഗം മതി നിങ്ങൾ ഇതുവരെ പറഞ്ഞത് ഇസ്ലാമിക വീക്ഷണത്തിന് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ. ദിവ്യമായ ഒരു സഹായം അല്ലെങ്കിൽ ഒരു ഗുണം നൽകാൻ സാധിക്കൂല എന്ന് പറഞ്ഞല്ലോ. ഈ ദിവ്യമായ ഗുണം എന്ന് പറഞ്ഞാൽ അഭൗതികമാണെന്ന്, അഭൗതികതയെ പറ്റിയാണ് ദിവ്യത്വം എന്ന് പറയുക എന്ന് ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു പ്രമാണം കൊണ്ട് തെളിയിക്കാൻ പറ്റൂല. നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തെ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് നിരന്തരം നിങ്ങൾ ഇതുപോലെ സംവദിക്കേണ്ട ഒരു വിഷയമാണ്. ദിവ്യത്വം എന്ന് പറഞ്ഞാൽ അഭൗതികതയാണ്, അമാനുഷികതയാണ് എന്ന് എവിടുന്ന് കിട്ടി? ദിവ്യത്വം എന്ന് പറഞ്ഞാൽ ദൈവികത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമിന്റെ വീക്ഷണപ്രകാരം ദൈവികത എന്ന് പറഞ്ഞാൽ അത് സ്വതന്ത്രത എന്നതാണ്. അതിൽ അടങ്ങിയ അതിലുള്ള എന്താ പറയാ, അതിന്റെ സത്ത് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് മലയാള വാക്കുകൾ കിട്ടാത്ത നിങ്ങൾ പിന്നെ എന്റെ പരിമിതിയായിട്ട് മനസ്സിലാക്കിയാൽ മതി. ദൈവികത അല്ലെങ്കിൽ ദിവ്യത്വം എന്ന് പറഞ്ഞത് അഭൗതികത എന്ന് ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കരുത്. കാരണം ഞാൻ നേരത്തെ നിങ്ങളൊരു ഉദാഹരണം പറഞ്ഞു. മനുഷ്യന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും കേൾക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത് കേവലം ശാരീരികമല്ല, അത് ആത്മീയ പ്രതിഭാസം കൂടിയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്കിടയിൽ ആത്മീയമായ പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും തന്നെ അത് തെറ്റാന്ന് പറയുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയുന്നില്ല. ഇവിടെ ശാരീരികമായിട്ട് സഹായിക്കുന്നതും ആത്മീയമായി സഹായിക്കുന്നതും അഭൗതികമായിട്ട് പരോപകാരങ്ങൾ ചെയ്യുന്നതുമെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്, പടച്ച തമ്പുരാന്റെ സൃഷ്ടിപ്പാണ്. പിന്നെ അള്ളാഹുവിന്റേത് എന്ന് പറയാൻ എന്താണ്? ദൈവത്തിന്റേത്. ദൈവം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം ഞങ്ങള് ഇസ്ലാം പറയുന്ന ദൈവമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അൽ ഇലാഹ് എന്നാണ് ഞങ്ങൾ അതിനെപ്പറ്റി പറയുന്നത്. അൽ ഇലാഹ്, അലിഫ്ലാം എന്നുള്ള ആ പ്രത്യയം ചേർത്തുകൊണ്ട് പ്രയോഗിക്കുന്ന ദൈവം. ആ ദൈവികത എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ ഈ മനസ്സിലാക്കിയതോ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയതല്ല. മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് ഇസ്ലാമിന്റെ ഒരു പ്രമാണത്തോടും ഇസ്ലാമിന്റെ നിലപാടിനോട് യോജിച്ചതല്ല. അത് നിങ്ങൾ ചോദിക്കണം, അവരോട് നിരന്തരം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ദൈവികത എന്ന് പറഞ്ഞാൽ അഭൗതികതയാണെന്ന് ഏതെങ്കിലും നമ്മളിങ്ങനെ തൊള്ളോട് പറഞ്ഞാൽ പോരാ. അതിപ്പോ എത്ര നേരം കൊടുക്കുവാണോ നിങ്ങൾ കുറച്ചേരം മൈക്കിൽ സംസാരിക്കുക, ഞാൻ അതല്ല. അത് ഇന്ന മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞ് ഇന്ന വിശദീകരണത്തിൽ അത് ശരിക്കും കൃത്യമായി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ ഇന്ന ഗ്രന്ഥത്തിൽ നിന്നാണല്ലോ അത് വായിച്ചത്. അതെന്താ നിങ്ങൾ പറയാത്തത്? അത് നിങ്ങൾ പറയാൻ കഴിയാത്തത് നിങ്ങളുടെ കുറവല്ല. നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ച, നിങ്ങൾ സമീപിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കുറവായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അത് നിങ്ങൾ ഈ അഭൗതികത എന്ന് പറഞ്ഞാൽ ദിവ്യത്വമാണ് എന്ന് എവിടുന്ന് കിട്ടി? ആരാണത് പറഞ്ഞത്? അഭൗതികത എന്ന് പറഞ്ഞാൽ ദിവ്യത്വമാണ് അല്ല. ദിവ്യത്വം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വന്തമായ നിലനിൽപ്പ്, സ്വന്തമായ കഴിവ്, സ്വന്തമായ അറിവ്, സ്വന്തമായ എന്ന് വെച്ചാൽ അതിന് ഒരു അറബിയിലൊരു കവിത ഉണ്ട്. അറബിയിലൊരു കവിത ഞാൻ പാടാൻ ഉദ്ദേശിക്കുകയാണ്. ومنتهى التعظيم تعظيم منتهى وما ليس منتهى فليس بمنتهى. അങ്ങനെ വാക്ക് ശരിക്കും ഓർമ്മയില്ല, ആശയം ഞാൻ പറയാം. ഏറ്റവും ആത്യന്തികതയിൽ നിലകൊള്ളുന്നവനെ പിന്നെ ബഹുമാനിക്കലാണ് എന്തെന്ന് പറയുന്നത്, ആരാധന എന്ന് പറയുന്നത്. ആത്യന്തികത എന്ന് പറയുന്നത് അഭൗതികത എന്നല്ല, അല്ലെങ്കിൽ ആത്മീയത എന്നല്ല, മറിച്ച് എല്ലാത്തിൽ നിന്നും സ്വതന്ത്രമായിട്ട് മറ്റൊരാളുടെ സഹായത്താൽ നിലനിൽക്കാതെ എല്ലാം സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു അവസ്ഥയെ സംബന്ധിച്ചാണ് ദിവ്യത്വം എന്ന് പറയാം. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി അഭൗതികതയാണ് ദിവ്യത്വം എന്ന് മുജാഹിദ് പ്രസ്ഥാനം നാൾക്ക് നാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെപ്പറ്റി അവരിപ്പോ ഒരു ഏറ്റവും അബൂബക്കർ പൂഴിത്തറ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരൻ എഴുതിയൊരു പുസ്തകം എന്റെ കയ്യിലുണ്ട്. അതിന് അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ ഈ അഭൗതികത, അതുപോലെ കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറം ഇപ്പുറം എന്നൊക്കെ നമ്മൾ പറയുന്ന വിശദീകരണം ഖുർആാനോ ഹദീസോ പറഞ്ഞതല്ലാതെ നമ്മളായിട്ട് ആവിഷ്കരിച്ചെടുത്തൊരു വാദമാണ് എന്ന് മുജാഹിദുകൾ തന്നെ ഇപ്പൊ എഴുതേണ്ടി വന്നവർക്ക്. അപ്പൊ നിങ്ങൾ ചോദിക്കണം, ഈ പറഞ്ഞ പ്രയോഗങ്ങളൊക്കെ ഇതൊക്കെ എവിടുന്ന് കിട്ടി? ഇസ്ലാമിന്റെ പ്രാമാണികരായ പ്രവാചകന്മാരോ അതിന്റെ വിശദീകരണക്കാരായ പണ്ഡിതന്മാരോ ഇത് സമർപ്പിച്ചിട്ടുണ്ടോ? ആ ചോദ്യത്തിന് അവർക്ക് മറുപടി പറയാൻ കഴിയില്ല. പിന്നെ ഗുണദോഷങ്ങൾ അള്ളാഹുവിന് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് പറഞ്ഞതുകൊണ്ട്
ഭൗതികമായ ഗുണദോഷങ്ങൾ നമുക്കും ചെയ്യാൻ കഴിയും, അഭൗതികമായത് നമുക്ക് ചെയ്യാൻ പറ്റൂല, അത് അള്ളാന്റേതാണ്. അത് എവിടെ പറഞ്ഞു? ഞങ്ങൾ ഒരു സ്ഥലത്തും അത് കാണുന്നില്ല. ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു ലേഖനത്തിന്, ഇന്ന് കാണുന്ന ആളുകളുടെ ലേഖനങ്ങളല്ല ഉദ്ദേശിച്ച കേട്ടോ, 1400 വർഷമായിട്ട് നിലനിൽക്കുന്ന ഈ പ്രമാണങ്ങളുണ്ടല്ലോ, അവയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അങ്ങനെ പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പൊ ഈ അഭൗതികതയാണ് ദിവ്യത്വം. അപ്പൊ അഭൗതികമായ സഹായം ദിവ്യത്വമാണ്. ദിവ്യത്വമാണെങ്കിലും അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അതുകൊണ്ട് അഭൗതികമായത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അപ്പൊ അഭൗതികമായ ഒരു കണ്ണേറ് കാര്യങ്ങളൊക്കെ ഉണ്ട് വിശ്വസിക്കുന്നത് ദിവ്യത്വം ചാർത്തലാണെന്ന് എവിടെയാണുള്ളത്? ഇസ്ലാമിന്റെ വിശ്വാസം അങ്ങനെയല്ല. ഭൗതികമായ കാര്യങ്ങളും അള്ളാഹു സൃഷ്ടികളിലൂടെ നടത്തും, അഭൗതികമായ കാര്യങ്ങളും അള്ളാഹു സൃഷ്ടികളിലൂടെ നടത്തും. രണ്ടും നടത്തുന്നത് അള്ളാഹുവാണ്. അവിടെ അള്ളാഹു നടത്തുന്നതിൽ ഭൗതികത അഭൗതികത എന്നൊരു വ്യത്യാസം അള്ളാഹ് പറഞ്ഞു തന്നിട്ടില്ല ഞങ്ങൾക്ക്. അതേപോലെ തന്നെ അവന്റെ റസൂലും പറയുന്നില്ല, അല്ലെങ്കിൽ റസൂലിന്റെ ജീവിതം കണ്ടുപിടിച്ച സ്വഹാബിമാരാരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞായിട്ട് കാണുന്നില്ല. ഇവരൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട ആ ഗ്രന്ഥങ്ങൾ, ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഉണ്ടല്ലോ, ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഇസ്ലാമിന് വേണ്ടി ഇന്നും നമുക്ക് അവൈലബിൾ ആണ്. അതിലെവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കാണുന്നില്ല. പിന്നെ എങ്ങനെയാണ് മുരളി സാഹിബ് നമ്മളിത് പറയാ? നമ്മളിങ്ങനെ നാവുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ പോലല്ല, അത് ഇന്ന സ്ഥലത്തുണ്ട്, അതാണ് ഇസ്ലാമിന്റെ ദർശനം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഫ്രം എവിടുന്നാണ് ഇത് പറയേണ്ടത്? അതിനൊരു പ്രമാണം പറയേണ്ടതല്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ നിങ്ങളുടെ ആ സംസാരത്തിന്റെ ലാസ്റ്റ് സെന്റൻസ് വെച്ച് കണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ പറഞ്ഞത് മുഴുവൻ ശരിയല്ല എന്ന് വരും കേട്ടോ. അതാണ് ഞാൻ ഒരു ഉദാഹരണം. ഇപ്പൊ ഞാനും നിങ്ങളും തമ്മിൽ സംസാരിക്കുന്നത് വരെ അഭൗതികമായ രൂപമാണ്. അഭൗതികമായ എന്ന് വെച്ചാല് ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ഇവിടെ പെരിന്തൽമണ്ണയിൽ നിന്നും നിങ്ങൾ സൗദിയിൽ നിന്നും ആ അകലത്തിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. മറിച്ച് നമ്മൾ രണ്ടുപേരും ഒരേ റൂമിലിരുന്ന് സംസാരിക്കുകയാണെങ്കിലും ശാരീരികം മാത്രമല്ല, മറിച്ച് നമ്മൾ തമ്മിലുള്ള ബന്ധം ആത്മീയവും കൂടിയാണ്, അഥവാ അഭൗതികവും കൂടിയതാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് പോലും അഭൗതികമാണെങ്കിൽ പിന്നെ ഇപ്പൊ കണ്ണേറും മറ്റുള്ള കാര്യങ്ങളും പറഞ്ഞു നമ്മളെന്തിനാ അതൊരു വിഷയാക്കുന്നത്? സാധാരണ പ്രവർത്തനം തന്നെ അഭൗതികമാണ് എന്നാണ് ഇസ്ലാം പറയുന്നത്. ഇസ്ലാമിന്റെ ഭാഷയാണ് ഞാൻ പറയുന്നത്. സാധാരണ പ്രവർത്തനങ്ങൾ വരെ തമ്മിൽ അഭൗതികമാണ്. അപ്പൊ ഖുർആനിൽ ഒരു ആയത്ത് ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നല്ല കാര്യത്തിന്റെ മേൽ അതുപോലെ തഖ്വയുടെ മേൽ നിങ്ങൾ പരസ്പരം സഹായിക്കുക, സഹകരിക്കുക. ദുഷ്കർമ്മങ്ങൾ, തെറ്റുകുറ്റങ്ങൾ, അവയിൽ നിങ്ങൾ പരസ്പരം സഹായിക്കരുത്, സഹകരിക്കരുത്. ഇവിടെ ഭൗതികം എന്ന ഒരു വർത്തമാനം ഖുർആൻ പറയുന്നില്ല, അഭൗതികം എന്നും പറയുന്നില്ല. ഞങ്ങൾ പല തവണ നിരന്തരമായിട്ട് മുജാഹിദ് സുഹൃത്തുക്കളോട് സംവദിക്കുന്ന ഒരാളാണ് ഞാൻ. നിരന്തരം സംവദിക്കുന്ന ആളാണ്. പ്രഭാഷണങ്ങളിലൂടെയും സംസാരങ്ങളിലൂടെയും വ്യക്തിബന്ധങ്ങളിലൂടെയും സംവദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട ഒരാളാണ് ഞാൻ എത്രയോ നൂറുകണക്കിന് മുജാഹിദ് പ്രവർത്തകരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ചിലരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, അതിപ്പോ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ചിലർ പറയാം അത് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് അത് ഇല്ലാത്തതുകൊണ്ട് മനസ്സിലാകാതിരിക്കാൻ. അപ്പൊ നമ്മൾ പറയാം അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ആരോപണങ്ങളാണ്, പ്രത്യാരോപണങ്ങളാണ്. അത് മാറ്റിയിട്ട് നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരു തർക്കം നടക്കുമ്പോൾ ഇസ്ലാമിന്റെ പേരിലാണല്ലോ തർക്കം നടക്കുന്നത്. അപ്പൊ ഇസ്ലാമിന്റെ ഭരണഘടനകൾ പരിശോധിച്ചിട്ട് അതിലെവിടെയെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ, അതൊന്ന് പറയൂ എന്ന ചോദ്യത്തിന് അവരുടെ മറുപടി അത് ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ കഴിയൂല എന്നാണ്. അത് അവർ പറയുകയും ചെയ്യും, ഇത് എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോ അബൂബക്കർ പുഴിത്തറ എന്ന് പറഞ്ഞ സുഹൃത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിന് 32ാമത്തെ പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ മുജാഹിദുകളോട് ചോദിക്കണം. നിങ്ങൾ ഈ പറയുന്നത് ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ ഈ പറയുന്നത് ഏതെങ്കിലും ഒരു ഉദ്ധരണി കൊണ്ട്, ഒരു സെന്റൻസ് കൊണ്ട് നിങ്ങളത് വിശദീകരിക്കണം. അങ്ങനെയല്ല നമ്മളൊരു കാര്യം. നമ്മളിപ്പോ ഒരു ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടൊരു സംഗതി പറയുമ്പോൾ കോമൺ സെൻസുകൾക്കൊക്കെ അത് മനസ്സിലാവുന്നല്ലോ പറയേണ്ടത്. റോഡിന്റെ വലതുഭാഗത്തിലൂടെ നടക്കണം എന്ന് ഞാനും അല്ലാണ്ട് വേറൊരാളും കൂടി സംസാരിക്കുമ്പോൾ അത് കോമൺ സെൻസ് ഉള്ളവർക്കൊക്കെ മനസ്സിലാകുന്നതാണോ പറയേണ്ടത്? അത് ഇന്ന ഭരണഘടനയിൽ അല്ലെങ്കിൽ ഇന്ന നിയമപുസ്തകത്തിൽ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഇന്ന സ്ഥലത്ത് അത് രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നല്ലേ ഞാൻ പറയണ്ടേ? ഗവൺമെന്റിന്റെ ഒരു കാര്യം ഞാൻ അവതരിപ്പിക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് പറയുന്നുണ്ട് ഞാൻ പറയണ്ടേ? അപ്പോഴല്ലേ അത് അംഗീകാരം ഉണ്ടാവുള്ളൂ, അപ്പോഴല്ലേ അത് പ്രാമാണികതയാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഒരു വാചക കസർത്തുകൾ എന്നതിൽ കവില്ല, പ്രാമാണികത അതിന്റെ പിന്നിലില്ല എന്നാണ് അല്ലേ? എന്താണ് ഗൾഫിൽ നേരെ തിരിച്ചാണ് ഉസ്താദെ. അതെന്തായിക്കോട്ടെ, ഗൾഫത്തെ അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ഒരു ഉദാഹരണത്തുമ്പോ കൂടുമ്പോ ഇത് അബൂഹംദ് എന്ന് പറഞ്ഞ ആളോട് പറയാനുള്ളത് നേരെ മുരളി പറഞ്ഞതുപോലെ തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഉദാഹരണത്തുമ്പോ വല്ലാതെ ഉദാഹരണത്തെ പിടികൂടുക എന്നുള്ളത് സംവാദം അറിയുന്ന ആളുകളുടെ സ്വഭാവമല്ല.
സംവാദം അറിയുന്ന ആളുകൾ ഒരിക്കലും ഒരാളുടെ ഉദാഹരണത്തെ പിടികൂടില്ല. ഉദാഹരണമായിട്ട് അത് ഒരു കേവലം മനസ്സിലാവാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് മാത്രമാണ്. അതിന്മ വെച്ച് കണ്ട് സംവദിക്കൂല. അത് സംവാദത്തിന്റെ മുനാമറയുടെ സ്വഭാവമല്ല. പേരാമ്പ്രയിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഹനീഫ് കായക്കൂടി എന്തെല്ലാം നാടൻ ഉദാഹരണങ്ങൾ നയമാക്കാന്റെ ചരിത്രമൊക്കെ പറഞ്ഞിരുന്നില്ലേ? ആ സമയത്ത് നമ്മൾ ആ ഉദാഹരണത്തെ പറ്റി എന്തെങ്കിലും പറഞ്ഞിരുന്നു? വേറെ സംഗതി അതൊക്കെ അത് അത്ര അതിനെ പറ്റി പറയാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ഒന്നുകൂടി ആവർത്തിച്ച് നിർത്തുകയാണ്, അല്ല റിലീസ് ചെയ്യാണ്. നിങ്ങൾ ഈ പറഞ്ഞ ദിവ്യത്വം അഭൗതികതയും ഒന്നാണ് എന്നുള്ളത് ഭാഷാ ഗ്രന്ഥങ്ങളെ കൊണ്ടോ ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ കൊണ്ടോ തെളിയിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ദിവ്യത്വവും അഭൗതികതയും ഒന്നാണ് എന്ന് ഒന്നുകിൽ നിങ്ങൾ ഭാഷാ ഗ്രന്ഥം കൊണ്ട് തെളിയിക്കണം, അതല്ലെങ്കിൽ നിങ്ങൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ കൊണ്ട് തെളിയിക്കണം. അല്ലാതെ വെറുതെ സംസാരിച്ചിട്ട് നമ്മൾ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അല്ല ഉസ്താദെ, എനിക്ക് എന്റേതായിട്ടുള്ള ഒരുപാട് ഹാൻഡിക്യാപ്പ് ഉള്ള ഒരാളാണ് ഞാൻ. എനിക്കറിയാം ഇസ്ലാമിക മത അല്ലെങ്കിൽ ഗ്രന്ഥപരമായി അല്ലെങ്കിൽ അതിന്റെ ആധികാരികപരമായിട്ട് ഒന്നും തെളിയിക്കാനാകാത്ത ഒരാളാണ് ഞാൻ. ഈവൻ ഖുർആൻ പോലും അതിന്റെ ഒറിജിനൽ ഭാഷയായ അറബിൽ വായിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. അതിന്റെ ട്രാൻസ്ലേഷൻ മാത്രം വായിക്കുകയും ട്രാൻസ്ലേഷൻ തന്നെ വായിച്ച് ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ ശക്തമായിട്ട് ഉന്നയിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റു പല പണ്ഡിതരും പറഞ്ഞിട്ടുണ്ട് ഈ ട്രാൻസ്ലേഷൻ തെറ്റാണ്. അപ്പൊ അങ്ങനെ എനിക്കൊന്നും ഉറപ്പില്ല എന്ന് പറഞ്ഞാൽ ഉറപ്പോടുകൂടി പറയാനാകുന്ന ഒരു ആധികാരികത എനിക്കൊരു വിഷയത്തിലും ഇല്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പ്രത്യേകിച്ചും ഈ മതപരമായ ഇസ്ലാമിക പരമായ കാര്യങ്ങളിൽ ഞാൻ ആകെ കേട്ടറിവും കുറച്ച് മലയാളത്തിൽ വായിച്ചുള്ള അറിവും മാത്രമാണ് എനിക്കുള്ളത്. അപ്പോൾ അത് ഇത് ഞാൻ എന്റെ പരാജയം പൂർണ്ണമായി സമ്മതിക്കുന്നു. എനിക്ക് ഉസ്താദിനോട് ഖുർആനെ എടുത്തു വെച്ച് ഉദ്ധരിച്ചിട്ട് അറബിൽ എന്റെ ഒറിജിനൽ ഭാഷയിൽ തന്നെ ഉദ്ധരിച്ചിട്ട് താങ്കളോട് സംവദിക്കാനോ താങ്കളോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ എനിക്ക് കഴിയില്ല എന്ന ഒരു പ്രശ്നമുണ്ട്. പിന്നെ താങ്കൾ നാട്ടിൽ നിന്നാണ് വളരെ താമസിച്ചിരിക്കുന്നത്, ലേറ്റ് ആയിരിക്കുന്നു. എല്ലാ ഇവിടെ ഇരിക്കുന്ന സുഹൃത്തുക്കൾക്കും താങ്കളുടെ ആരോഗ്യത്തിലുമൊക്കെ ശ്രദ്ധയുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ താങ്കളുടെ സമയം ഇനി അപഹരിക്കുന്നില്ല. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമുക്കൊരു ചർച്ച ആകാമെന്ന് തോന്നുന്നു. ഈ അഭൗതികതയും ദൈവീകതയും അല്ലെങ്കിൽ ഈ ദിവ്യത്വവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് ഒരു ദിവസം സുഹൃത്തിന് സമയം കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് ചർച്ചയാകാം എന്ന് തോന്നുന്നു. ഞാൻ തയ്യാറാണ് അതിന്. മൈക്ക് ഫ്രീ. ഹലോ, അസ്സലാമു അലൈക്കും. മൈക്കിലേക്ക് വരുന്നില്ല എല്ലാവരും? പിന്നെ അതിന്റെ ഇടയിൽ ആരാ മൈക്ക് ചാടുന്നത്? അത് ശരിയായ പ്രവണതയല്ല. മൈക്ക് എടുക്കുന്ന സമയത്ത് മൈക്ക് ചാടുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ അപ്പോ ഇതിലേ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ അതൊരു പ്രാമാണികമായ ഒരു സംസാരത്തിന് എനിക്ക് ചില കുറവുകളുണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ. അത് മുരളി സാറിന് കുറവുകളുണ്ട്. അപ്പോൾ അത് നമ്മളൊരു ചർച്ചയ്ക്ക് വിധേയമാക്കണം എന്ന് പറഞ്ഞു. അത് വളരെ സ്വാഗതാർഹമായ ഒരു നിർദ്ദേശമാണ്. അപ്പൊ അതിന് എനിക്കൊരു പ്രായോഗിക നിർദ്ദേശം പറയാനുള്ളത്, നിങ്ങൾ ഇസ്ലാമിനെ പരിചയപ്പെടുന്നതിൽ ഭൂരിപക്ഷവും നിങ്ങൾ അവലംബിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തെയാണ് എന്നാണ് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയതും. മുമ്പ് ഒരു സംസാരത്തിൽ നിന്ന് നമ്മൾ തമ്മിൽ ഒരു ചാറ്റിംഗ് ഒക്കെ മുമ്പ് നടന്നിട്ടുണ്ട്, അതിലും മനസ്സിലാക്കിയതൊക്കെ അങ്ങനെയാണ്. അപ്പോ പിന്നെ ഇതിലൊരു ഒരു മുജാഹിദിന്റെ നിങ്ങളുടെ ഒരു പരിചയക്കാരനായ ഒരു മുജാഹിദ് പണ്ഡിതനെ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ, എന്നിട്ട് നമ്മളെ പക്ഷത്തു നിന്ന് വേണമെങ്കിൽ ഞാൻ പ്രതിനിധീകരിച്ചോളാം. അത് ഇവിടുത്തെ ക്ലാസ് റൂമിന്റെ ആളുകൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ പ്രതിനിധീകരിച്ചോളാം. അല്ലെങ്കിൽ പിന്നെ കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട്, സലാം ബാക്കവിയെ പോലുള്ള പ്രഗത്ഭമതികളായ ധാരാളം ആളുകളുണ്ട്. അവരെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ, അതായത് ദിവ്യത്വം അഭൗതികത എന്നുള്ളത് ഒന്നാണ് എന്നുള്ളത് ഭാഷാ ഗ്രന്ഥങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ആധികാരിക ഗ്രന്ഥങ്ങളെ കൊണ്ടോ സമർത്ഥിക്കാനുള്ള ഒരു വേദി. അവിടെ എന്റെ വാദം പിന്നെ അതാണോ ഇസ്ലാം പറയുന്നത്, അതോ അത് ഒന്നാണെന്നുള്ള വാദമാണോ ഇസ്ലാം പറയുന്നത് എന്നുള്ളത് തെളിയിക്കപ്പെടാനുള്ളൊരു വേദി. കാരണം എന്താണെന്ന് വെച്ചാല് പിന്നെ അത് എനിക്കും നിങ്ങൾക്കും മാത്രമല്ല ഉപകാരപ്പെടുക, അതില് ഈ ക്ലാസ് റൂമിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും അതുപോലെ റേഡിയോ ശ്രോതാക്കൾക്കൊക്കെ. ഇപ്പോൾ 145 പേരാണെങ്കിൽ അപ്പോൾ നമുക്കൊരു 1400 പേരൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയും.
അപ്പോ ഒരു 14,000 ആളുകൾക്ക് കേൾക്കുന്ന, എന്നാൽ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലേറോ കുപ്പിച്ചില്ലൊന്നും ഇല്ലാത്ത ഒരു നല്ല, വേണമെങ്കിൽ ഈ ടെക്സ്റ്റ് ഒക്കെ അടിക്കുന്ന സ്വഭാവത്തിലേക്ക് നിയന്ത്രിക്കാൻ നമ്മൾ അഡ്മിന്മാർ തീരുമാനിച്ച സംഗതി ഇറക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു വേദി നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം എന്ന് മാത്രമാണ്. ഇന്നത്തെ ഒരു പണ്ഡിതനെ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. നിങ്ങൾ ഷുവർ തന്നിട്ടുണ്ട്, അതിന് ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം തരട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുകയാണ്. ഇനി നമുക്ക് ക്ലാസ് റൂമിന്റെ മറ്റു നടപടികളിലേക്ക് പ്രവേശിക്കാം. കുപ്പിച്ചില്ലെന്നുള്ളത് ഞാൻ ഉദ്ദേശം എന്താ വെച്ചാല്, ഈ സംവാദം എന്ന് പറയുമ്പോൾ അതിന് പെട്ടെന്ന് മുത്തബാദിറായ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ചില ആശയങ്ങളുണ്ട്. അതൊരു കലഹാണ്. ഒരു കലഹം, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുന്ന, ഈ കളിയാക്കുന്ന, പരിഹസിക്കുന്ന ഒരു വേദിയാണ് എന്നുള്ളൊരു പൊതുസമൂഹത്തിന്റെ ഒരു വിലയിരുത്തലുണ്ട്. അപ്പോ ഏകദേശം ഒരു പൊതുസമൂഹത്തിന്റെ പക്ഷത്ത് നിന്ന് പിന്നെ ആണ് യഥാർത്ഥത്തിൽ മുരളി സംസാരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിനൊന്നും ഒരു വേദന അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ, ഇവിടെ എന്താ സംഭവിക്കുക, അങ്ങനെ ഒരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ് റൂമിലാകെ ടെക്സ്റ്റുകളെ കൊണ്ടും പോർവിളികളെ കൊണ്ടും അതൊരു പ്രശ്നമാകോ എന്ന് അദ്ദേഹം ഒരു പക്ഷെ ചിന്തിച്ചാൽ അതിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും വരാതെ നല്ല സംയമനത്തോടുകൂടി ഇപ്പൊ നമ്മൾ ഞാനും അദ്ദേഹം സംസാരിച്ചൊരു ഭാഷ ഉണ്ടല്ലോ, എത്ര സൗഹാർദ്ദപരമായ ഭാഷയാണ്. ആ ഒരു ഭാഷയിലുള്ള ഒരു സംവാദം, അതിന് പിന്നെ നമുക്ക് തയ്യാറാകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതും ഒക്കെ നല്ലൊരു കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അതുപോലെ ഇങ്ങനെയുള്ള നല്ല ആരോഗ്യപരമായ സംവാദം നടത്താൻ മുരളിയെ പോലുള്ള ആളുകൾ വരണം. അപ്പോഴേ ഒരു രസമുള്ളൂ. ഇപ്പൊ എനിക്ക് സത്യത്തിൽ എന്റെ പ്രസംഗം കഴിഞ്ഞപ്പോ ഉറങ്ങണമെന്നിങ്ങനെ ചിന്ത വന്നിരുന്നെങ്കിലും പക്ഷെ അദ്ദേഹത്തിന്റെ സംസാരം കേട്ടപ്പോ ആ ഉറക്കമൊക്കെ പോയി. അപ്പൊ അങ്ങനെയുള്ള ഒരു ശൈലി, ഒരു സമീപനം അല്ലാഹു അത് വിജയിപ്പിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനി ഞാൻ മൈക്ക പിന്നെ എടുക്കൂല. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.